കാര്യമാണ് ഇത്. എന്തുകൊണ്ട് നമ്മൾ ഈ സമയത്തിൽ ഈ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളെ നമ്മൾ സഹകരിക്കുന്നില്ല? എന്തുകൊണ്ട് വെറുതെ നമ്മൾ റോഡിലൊക്കെ നടക്കുന്നു? എന്തുകൊണ്ട് നമ്മൾ മാസ്ക് ധരിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ അകൽച്ച 6 ഫീറ്റ് അതായത് 2 മീറ്ററിന്റെ അകൽച്ച നമ്മൾ പാലിക്കുന്നില്ല? അത് ഒരു കുട്ടികളായാലും പാരൻസ് ആയാലും ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക. ഈ സമയത്തിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പൂർണ്ണ സഹകരണമാണ് നമ്മൾ കൊണ്ട് വേണ്ടത്. കേരളം ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിലും ഈ കൊറോണയെ സംബന്ധിച്ച് നല്ല നടപടികൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവിടെ മരണം, ഈ കൊറോണ കൊണ്ട് മരിക്കുന്ന ആളുകൾ ആദ്യം 35 മാത്രമേ ഉള്ളൂ. മഹാരാഷ്ട്രയില് ഒരു ദിവസത്തില് 200 മുതൽ 300 വരെ ആളുകൾ മരിക്കുക. തമിഴ്നാട് നമ്മുടെ ഗുജറാത്തില് ദിവസേന 200 മുതൽ 250 വരെ ആളുകൾ മരിക്കുക. ഡൽഹിയില് ദിവസേന 100 മുതൽ 200 വരെ ആളുകൾ മരിക്കുക. ആ സമയത്തില് കേരളത്തില് വല്ലപ്പോഴും ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇതുവരെ കൊറോണയെ സംബന്ധിച്ച് നല്ല നടപടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നാട്ടുകാർ കഴിയുന്നവരെ സഹകരിച്ചിട്ടുണ്ടെന്ന് അത് സത്യം തന്നെ. പക്ഷെ ഇനിയും ഒരു 5% ആളുകളായാലും ഇനിയും സഹകരിക്കുന്നില്ല. അപ്പൊ ഈ 5% ആളുകളുടെ സഹകരണമില്ലാത്ത നമ്മൾ നേടിയ ലാഭം, നമ്മൾ നേടിയ ഗുണമെല്ലാം ഇല്ലാതെ ആവുകയാണ്. കാരണം ഓരോ ആളെ കൊണ്ട് ഒരു 100ഓളം ആളുകൾക്ക് ഈ രോഗം പടരാനുള്ള സാധ്യത ഉണ്ട്. സൗത്ത് കൊറിയയില് അവിടെ കണക്കുണ്ട്. സൗത്ത് കൊറിയയിലെ പേഷ്യന്റ് നമ്പർ 31 മുതൽ 10,000 ആളുകൾക്ക് ഈ രോഗം പടരുന്നു. അത് നിങ്ങൾ ഗൂഗിളിൽ പോയി താങ്കൾക്ക് വേണമെങ്കിൽ വായിക്കാം. ഞങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചതാണ്. ഒരാളെ കൊണ്ട് 10,000 ആളുകൾക്ക് ഈ രോഗം ഉണ്ടായിന്ന് അങ്ങനെ ഒരു ചരിത്രമുണ്ട് 2-3 മാസങ്ങൾ മുമ്പ്. അപ്പോ കുട്ടികൾ അവർ പറയുന്നത് ഈ ലോക്ക്ഡൗൺ കാലത്തിൽ ഏറ്റവും കൂടുതൽ പട്ടുപോയത് കുട്ടികളാണ്. അവർക്കാണ് ഇത് ലോക്ക്ഡൌണിന്റെ ഏറ്റവും കൂടുതൽ ദുരന്തം സഹിക്കാൻ ഇടയാവുക. കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് അവർ പുറത്തു പോകുന്നില്ല. നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. അവർക്കാണ് ഈ സ്ട്രെസ്, ടെൻഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പക്ഷെ ആ കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഒരു പ്രത്യേകം ഒരു സമയമാണ്. ഒരു വലിയ ഒരു കണ്ടാജിയസ്, അതായത് നമ്മുടെ ഒരു സ്പർശം കൊണ്ട് പടരുന്ന ഒരു രോഗമാണ് ഇത്. സ്പർശം കൊണ്ട് പടരുന്ന വേറെ രോഗങ്ങളും നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ട്. ചുമ, നമ്മുടെ ഒരു ജലദോഷം തന്നെ ഒരു കണ്ടേജിയസ് ഡിസീസ് തന്നെയാണ്. ജലദോഷം, ഇൻഫ്ലുവൻസ, എബോള ഇവിടെ ഇല്ല, ആഫ്രിക്കയിലാണ്. ഇതെല്ലാം കണ്ടേജിയസ് ഡിസീസസ് ആണ്. അതോ അവർക്ക് മരുന്നുകളൊക്കെ ഉണ്ട്, നോക്കാനില്ല. പക്ഷെ ഇതുകൊണ്ട് അങ്ങനെയല്ല. COVID-19 ഇതുകൊണ്ട് അത് ഒരു ആളുകൾക്ക് ഒരു ശരീരത്തിൽ പോയാൽ ഒരു മരിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ലോകത്തിൽ ഇതാ കണ്ടില്ലേ, ലോകത്തിൽ ഇപ്പോ 1.5 കോടി ആളുകൾ ഇതിന്റെ പേഷ്യന്റ് ആയിട്ട് മാറിയിരിക്കുന്നു. അതിനകത്ത് 5 ലക്ഷം ആളുകൾ മരിക്കുകയും ചെയ്തു. അപ്പൊ ഈ അമേരിക്കയിലൊക്കെ നമ്മളെ ഒരു അവസ്ഥ കൈവിട്ടു പോയെന്ന് പറയാം. 65,000 കേസുകൾ ഇന്നലെ മാത്രമാണ് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തത്. 65,000. ഒന്ന് ആലോചിച്ച് നോക്കി. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 3,000 കേസസ് എവറി അവർ. ഓരോ മണിക്കൂറിൽ 3,000 കേസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ സർക്കാരുകളൊക്കെ, അവരുടെ സംസ്ഥാന ഗവൺമെന്റൊക്കെ നടപടി എടുക്കുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ. ഇന്ത്യ രാജ്യത്തിലും എന്താണ് നടക്കുന്നത് അത് ഇന്ത്യ രാജ്യത്തിലും സംസ്ഥാനങ്ങൾ നോക്കിക്കോളും. നിങ്ങളുടെ കാര്യം നോക്കൂ. അതായത് കേരളയുടെ കാര്യം നോക്കണം. ഓരോ സംസ്ഥാനം അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ കാര്യങ്ങൾ തന്നെത്താൻ തന്നെ നന്നായിക്കോളും എന്നാണ് എന്റെ വിശ്വാസം.
അപ്പൊ നമ്മൾ ഇതുവരെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷെ ഇവ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ കേസുകൾ കൂടി നമ്മൾ കുറെ ശ്രദ്ധ കൂടുതൽ വേണം. മാസ്ക് എപ്പോഴും നമ്മുടെ മാസ്ക് ഇത് കണ്ടില്ലേ, ഈ മാസ്ക് ഞങ്ങൾ ജയിലിൽ ഇപ്പൊ മാസ്ക് ഉണ്ടാക്കുന്നുണ്ട്. ജയിലിൽ ഞങ്ങൾ 11 ലക്ഷം നമ്മുടെ മാസ്കുകൾ ഉണ്ടാക്കി. കുറെയൊക്കെ ഞങ്ങൾ വിട്ടു, സർക്കാർ അതിന്റെ. അപ്പോ ഈ മാസ്ക് ഞങ്ങളൊക്കെ ദിവസേന വെക്കുന്നുണ്ടല്ലോ. ഞാൻ രാത്രിയിൽ കിടക്കുമ്പോഴാണ് ഈ മാസ്ക് മാറ്റുക, രാവിലെ എഴുന്നേറ്റുമ്പോൾ വീണ്ടും ഇത് വെക്കുക, പുറത്ത് പോകുമ്പോൾ 2 മാസ്ക് വെക്കുക, നോട്ട് 1 2 2 മാസ്ക് വെക്കുക, കയ്യിൽ ഗ്ലൗസ് ഉണ്ട്. അത് എനിക്ക് ഇത് ഞാൻ ചെയ്യുന്നതിന് ഇത് ഓതാര്യമൊന്നുമില്ല, അത് ഒരു പോറനായിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. എന്റെ ഓഫീസിൽ ആരുമില്ല, എല്ലാ ഓഫീസുകാരും അവിടെ ഗവൺമെന്റിന്റെ പെർമിഷൻ, ഗവൺമെന്റിന്റെ ഓർഡർ വന്നു, എല്ലാവരും പറഞ്ഞു വിട്ടു. അതായത് ഈ കൊറോണ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 1 ശേഷം നോക്കാം. നോബഡി ഈസ് ഹിയർ, ഐ ആം അലോൺ. ഞാൻ രാവിലെ വരുന്നു, വൈകുന്നേരം രാത്രി 8 മണിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അവിടെയും ഒരാളുണ്ട്, ഇവിടെയും ഒരാളുണ്ട്. ഓൺലി. അപ്പോ അതുപോലെ തന്നെ വേണം നമ്മുടെ ഓരോരോ വീടിന്റെ കാര്യം. വീട്ടിലകത്ത് നിങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യയും ഹസ്ബൻഡും, അമ്മ അച്ഛൻ, കുട്ടികൾ, അപ്പൂപ്പൻ അമ്മുമ്മ, അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ വെറുതെ നമ്മൾ പുറത്ത് പോവുക, മറ്റേ ആളുകളെ കാണുക, മാർക്കറ്റിൽ എന്ത് കുറച്ച് ഇളവുണ്ടാവുമ്പോൾ മാർക്കറ്റിന് എന്ത് തള്ളായിരുന്നു ഇവിടെ. പിന്നെ കേസ് കൂടുതലാണ്, എങ്ങനെ കൂടും? ആരോട് കുറ്റം പറയുക? വൈകുന്നേരം 6 മണിക്ക് ചീഫ് മിനിസ്റ്റർ സാറിന്റെ ഒരു പ്രസ്താവന എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ടല്ലോ. എല്ലാ ദിവസവും കൂടി കൂടി വരികയല്ലേ. ഒരു കാലമുണ്ടായിരുന്നു, ചീഫ് മിനിസ്റ്റർ സാർ പറഞ്ഞ എനിക്ക് ഒരു പത്ര പ്രസ്താവന 1-2 ദിവസം എനിക്ക് ഓർമ്മ ഉണ്ട്, ഇന്നലെ ഒറ്റ കേസും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ 700 500 മരണവും കൂടി. അപ്പോ ദിസ് ക്യാൻ ബി അവോയ്ഡഡ്. ബട്ട് ഒന്നുമില്ലെങ്കിൽ 2 കാര്യം മാത്രം ചെയ്യുക. മാസ്ക് ധരിക്കുക, മാസ്ക് യൂസബിൾ മാസ്ക്. ദീസ് ആർ ഓൾ യൂസബിൾ മാസ്ക്. ഞങ്ങളൊക്കെ രാത്രിയിൽ ഇത് മാറ്റുന്നു, അടുത്ത ദിവസം ഇത് വാഷ് ചെയ്യുന്നു, അതിനുശേഷം പിന്നെ ഉപയോഗിക്കുന്നു. 15 രൂപയുടെ ഇതിന്റെ വിലയാണ്. ഇത് വില കൊണ്ട് ആർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. So only 2 things are expected to all of you, especially children. ഈ കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടില് വയസ്സായ അമ്മൂമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. Even your parents are more aged than you. കുട്ടികൾക്ക് ഈ രോഗം ഉണ്ടാവുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അവർക്ക് ഈ രോഗത്തിന് നമ്മുടെ മറികടക്കാനുള്ള പ്രതിരോധാത്മക ശക്തി അവർക്ക് കൂടുതലുണ്ട്. They have good resistance power. അപ്പോൾ അതുകൊണ്ടാണ് രോഗം മറന്നു, രോഗം 3-4 ദിവസം ശേഷം തിരിച്ചു പോകുന്നു. അവരുടെ ആന്റിബോഡി സിസ്റ്റം തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നല്ലതാണെന്ന്. വയസ്സ് കുറവാകുമ്പോൾ അത് നന്നായിട്ട് അവർ ഫൈറ്റ് ചെയ്യും. അതുകൊണ്ടാണ് 60 വയസ്സ് 20 മുതൽ 10 മുതൽ 50 വരെ 55 വരെയുള്ള ആളുകളൊക്കെ എല്ലാം നന്നായി പോവുകയാണ്. കൂടുതൽ ആളുകൾ മരിക്കുന്നത് senior citizens. What is the definition of a senior citizen? Any person who is more than age of 65. 65 കഴിഞ്ഞുള്ള ആളുകളെല്ലാം സീനിയർ സിറ്റിസൻസ് ആണ്. അവർക്കാണ് ഇത് കൂടുതൽ രോഗം ഉണ്ടാക്കാനുള്ള സാധ്യത. കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, നമ്മൾ ഡയബറ്റീസ് ആണെങ്കിൽ, ഡയബറ്റീസുകാർക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, സംശയമൊന്നുമല്ല. ഡയബറ്റീസ്, ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ചെറിയ ഹിസ്റ്ററി നേരത്തെ ഉണ്ടെങ്കിൽ, തടി കൂടുതലാണെങ്കിൽ, ഇഫ് വി ആർ ഫാറ്റ്, പിന്നെ ബ്ലഡ് പ്രഷർ കൂടുതലൊക്കെ ആണെങ്കിൽ, കുറവാണെങ്കിൽ, ഇതൊക്കെ ഈ രോഗങ്ങൾ നേരത്തെ ഒരാളുടെ കയ്യിൽ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഈ രോഗം വന്നാൽ ഒരു അവസ്ഥ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യത ഉണ്ട്. സോ ചിൽഡ്രൻ, നിങ്ങൾ കൊണ്ട് നിങ്ങളുടെ അമ്മ അച്ഛനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പൻ അമ്മുമ്മക്ക് ഈ രോഗം ഉണ്ടാക്കാൻ പാടില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇത് കൊറോണയെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ച് താങ്കൾക്ക് വേറെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ത്യ രാജ്യത്തിലെ അവസ്ഥ ഇപ്പൊ വി ആർ എന്നെ 4th സ്റ്റേജ്, 4 സ്റ്റേജ് ഉണ്ട് കൊറോണയിൽ. ആദ്യത്തെ സ്റ്റേജിലൊക്കെ അറിയാത്ത ആളുകൾ മരിക്കുകയായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു.
രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ അറിഞ്ഞു ഇത് എന്താണെന്ന്, രോഗം എന്താണെന്ന്. മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മൾ കഴിഞ്ഞ 3-4 മാസമൊക്കെ നമ്മൾ കഴിഞ്ഞു പോയത്. നാലാമത്തെ സ്റ്റേജിലേക്ക് പോകാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 3-4 രാജ്യങ്ങളും നാലാമത്തെ ഏജിൽ എത്തിക്കഴിഞ്ഞു. ഇറ്റലി 1, ചൈന 2, സ്പെയിൻ, ഫ്രാൻസ് ഇതൊക്കെ 4ാമത്തെ സ്ഥലത്തിൽ എത്തി. അവരുടെ മരിക്കുന്നവരെല്ലാം മരിച്ചു. ബാക്കി ആളുകളെ അവർ ടെസ്റ്റ് ചെയ്തു. കുറച്ച് ഗുളികളുണ്ട് എല്ലാ ബാക്കി ആളുകൾ. ചെറിയ രാജ്യങ്ങളാണല്ലോ. 4 കോടി 5 കോടി 6 കോടി വളരെ ചെറിയ രാജ്യങ്ങളാണ്. ഇന്ത്യ രാജ്യത്തിന്റെ 130 കോടി നോക്കുമ്പോൾ ഇത് രാജ്യങ്ങളിന്റെ ജനസംഖ്യ ഒന്നും ഇല്ല എന്ന് പറയാം. പക്ഷെ അവർക്ക് കയ്യിൽ പണമുണ്ട്, അവർക്ക് കയ്യിൽ പ്രശ്നമൊന്നുമില്ല. സ്പെയിൻ പിന്നെ വെസ്റ്റേൺ യൂറോപ്പിന്റെ ബാക്കി രാജ്യങ്ങളൊക്കെ എല്ലാം തുറന്നു കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറെ സ്ഥലത്തിലെ സ്കൂളുകളും തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ആ അവസ്ഥ ഇതുവരെ വന്നില്ല. 130 കോടി ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര ആശുപത്രിയിൽ എല്ലാ ആളുകൾക്ക് രോഗമുണ്ടായാൽ പകുതി ആളുകളും ഉണ്ടായാൽ ആശുപത്രിയിൽ സ്ഥലം പോലും ഇല്ല. ഇപ്പൊ തന്നെ സ്ഥലം കുറവാണ്. ഇപ്പൊ തന്നെ ബെഡ് കിട്ടുന്നില്ല. ഇപ്പൊ ആകെ 10 ലക്ഷം ആളുകൾക്ക് ഇതിന്റെ രോഗം ഇന്ത്യക്കാർ ബാധിച്ചിട്ടുണ്ട്. ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. ഔട്ട് ഓഫ് 130 crore വെറും 10 ലക്ഷം ആളുകൾക്ക് രോഗമാവുമ്പോൾ നമുക്ക് ആശുപത്രികളിൽ പോകാൻ സ്ഥലമില്ല. പിന്നെ കുറച്ച് കൂടുതലായാലും പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സോ ഇറ്റ് ഈസ് ബെറ്റർ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ തന്നെ രോഗിയാവാതെ നോക്കുക, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. ഇനിയും നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. കുട്ടികൾക്ക് ഇടയിൽ ലഹരി വസ്തുക്കളുടെ എന്തുകൊണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നു, പിന്നെ കുട്ടികളെ ഇത് കഴിക്കാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എക്സൈസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഞാൻ ഏകദേശം 600-700 സ്കൂളുകൾ കോളേജുകളിൽ പോയിട്ട് ഇതുപോലെ താങ്കളോട് സംസാരിക്കുന്ന പോലെ രീതിയിൽ കോളേജിലോ ഒക്കെ പോയി കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. പി ടി അംഗങ്ങളോടും ഞാൻ മനസ്സിലാക്കിയത് ചില കാര്യങ്ങളുണ്ട്. ഇത് എന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളോട് ഇപ്പോൾ ഇന്ന് സംസാരിക്കുക. കുട്ടികളിൽ ലഹരി വസ്തു ആദ്യത്തെ ഇതിന്റെ ഡെഫിനേഷൻ നമ്മൾ മനസ്സിലാക്കാം. ഇത് ഡെഫിനേഷനൊക്കെ എല്ലാം മാറി. ഇത് 10 വർഷം 15 വർഷം മുമ്പിലുള്ള ഡെഫിനേഷൻ ഇപ്പോൾ ഒന്നുമില്ല. 10 വർഷം 15 വർഷം മുമ്പ് ഈ ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ഓപ്പിയം, കഞ്ചാവ് ഇതൊക്കെ ആയിരുന്നു നമ്മള് അറിയാൻ പെടുക. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഈ സാധനങ്ങൾ നമ്മൾ ഒരു ലഹരി ശരീരത്തിന് കിട്ടുകയാണെങ്കിൽ ഈ സാധനങ്ങൾ വേണമെന്നൊന്നുമില്ല. അത് അല്ലാതെ വരെ ആയിരക്കണക്കിന് സാധനങ്ങൾ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു. സിന്തറ്റിക് ഡ്രഗ്സ്, പാർട്ടി ഡ്രഗ്സ്, രേവ് പാർട്ടി ഡ്രഗ്സ്, ഈ പാൻ പരാഗ്, പാൻ മസാല, ജർദ, ഗുട്ക, ഖേനി എന്തെല്ലാം സാധനങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ഉപയോഗത്തിന് വേണ്ടിയും പിന്നെ അവർ വിൽപ്പനന് വേണ്ടിയും ഈ കഞ്ചാവ് പറഞ്ഞ സാധനങ്ങൾ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, തെലങ്കാന, ആന്ധ്രാപ്രദേശ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിൻ വഴി ഇങ്ങോട്ട് വരുമ്പോൾ അവർ സാധനങ്ങൾ കൊണ്ടുവരുന്നു. റെയിൽവേ വഴിയാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കഞ്ചാവ് കേരളത്തിൽ കിടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഡ് മാർഗവും സാധനങ്ങൾ വരുന്നുണ്ട്. കേരളത്തിൽ ഒരു ദിവസത്തിൽ 20,000 ട്രക്കുകളാണ്. 20,000 മുതൽ 30,000 വരെ ട്രക്കുകൾ ഇല്ലെങ്കിൽ വേറെ ലോറികളോ സാധനങ്ങളും വരുന്നുണ്ട്. ആ ട്രക്കിലെ ഏത് സ്ഥലത്തിൽ ചെറുതായിട്ട് ഒരു വസ്തു ചെറിയ 1-2 പുതിയൊക്കെ അത് വെച്ചിട്ട് അതിന്റെ മേളില് ഒരു വെജിറ്റബിൾസോ ഇല്ലെങ്കിൽ വേറെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് ആർക്കും ചെക്ക് ചെയ്യാൻ പറ്റില്ല. ആയിരക്കണക്കിന് വഴികളുണ്ട്. അപ്പോ ഇത് ചെക്ക് പോസ്റ്റുകളൊക്കെ വണ്ടി നിർത്തി ഈ 30,000 വാഹനങ്ങളെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. നടക്കില്ല, അത് വെറും. അപ്പോ നമ്മൾ ഇത് എങ്ങനെ തടയുകയെന്ന് പറഞ്ഞിട്ട് ഈ സാധനം നമ്മൾ കഴിക്കാതെ ഇരിക്കുക, അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കാര്യം.
എയർപോർട്ട് വഴി സാധനങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ? ഇപ്പോ ഈ ലഹരി വസ്തുക്കൾ എത്രത്തോളം വളർന്നുണ്ടെന്ന് നമ്മുടെ ഒരു ഞങ്ങളൊക്കെ അറിയാം. ഒത്തിരി വളർന്നുണ്ട് സാധനങ്ങൾ വളർന്നുണ്ട്. ഷിപ്പുകൾ, ലക്സറി ഷിപ്സ്, എത്ര ലക്സറി ഷിപ്സ് നമ്മുടെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടിൽ വന്നിട്ട് പോവുക. ഈ ലക്സറി ഷിപ്പിന്റെ പേര് തന്നെ അത് ലക്സറിക്ക് വേണ്ടിയാണ്. അവിടെയൊക്കെ ഈ മദ്യവും പിന്നെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അവിടെ ഉണ്ട്. ആ ആളുകൾ തന്നെ നമ്മുടെ ഈ ഭൂമിയുടെ അടുത്ത് വന്നിട്ട്, ഹാർബറിൽ വന്നിട്ട്, ഈ ബീച്ചിന്റെ അടുത്തൊക്കെ വന്നിട്ട് സാധനങ്ങൾ കൊടുത്തിട്ട് ആളുകൾ, ആ ലക്സറി ഷിപ്പിലെ ആളുകൾ തിരിച്ചു പോവുകയാണ്. എത്രയോ കേസ് ഞങ്ങൾ പിടിച്ചു. അപ്പോ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. സാധനങ്ങളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ എക്സൈസ് കമ്മീഷണറായിട്ട് എക്സൈസിന്റെ എത്രയോ ചെക്ക് പോസ്റ്റുകളുണ്ട്, പോലീസിന്റെ ചെക്ക് പോസ്റ്റുകളുണ്ട്, പിടിക്കുന്നുണ്ട്. 1000 കോടി രൂപയുടെ ലഹരി മരുന്ന് വസ്തുക്കൾ ഞാൻ തന്നെ പിടിച്ചു എക്സൈസ് കമ്മീഷണറായിട്ട്. ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. ഐ വാസ് ദെയർ ഇൻ എക്സൈസ് ഫോർ നിയർലി 1000 days. 1000 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 1000 ദിവസത്തിൽ ഓരോ ദിവസത്തിൽ 1 കോടി ലഹരി വസ്തുക്കൾ ഞാൻ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. We are doing our best, but that is not enough. ഇതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഇവിടെ ലഹരി വസ്തുവിന്റെ ആവശ്യമുണ്ട്. ഇവിടെ കൊടുക്കാനുള്ള പൈസ ഉണ്ട്. കേരള ഈസ് എ പ്രോസ്പെറസ് സ്റ്റേറ്റ്. ഇത് രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലെയുള്ള ഒരു ദാരിദ്ര്യം അവിടെ ഇല്ല. ഇവിടെ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്. 1,32,000 കോടി, ഏകദേശം 1,00,000 കോടി രൂപ ഗൾഫിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഗൾഫിൽ താമസിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് അയച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ രോഗം ഉണ്ടാകുന്നതിന് മുമ്പ്. ഇപ്പൊ ചിലപ്പോൾ അത്ര ഇല്ലായിരിക്കാം. 1,00,000 crore, 1,00,000 കോടി രൂപ. എത്രയാണ് ക്ലാസ്സിൽ താങ്കളുടെ കണക്ക് ടീച്ചറിനോട് ചോദിക്കണം, അവർ പറഞ്ഞു തരും. 13 0 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. There are 13 zeros. If you write, then it become 1,00,000 crore. അപ്പൊ അവിടെ നിന്ന് പൈസ വരുന്നുണ്ട്. ടൂറിസം നന്നായിട്ട് പോകുന്നുണ്ട്. ആളുകളൊക്കെ വന്ന് അവിടെ പൈസ കുറെ ചെലവാക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ആളുകൾക്ക് കയ്യില് ഈ നമ്മുടെ ഈ ലാൻഡ് സീലിംഗ് ആക്ട് എന്ന് പറയുന്നത്, ഇത് ആകെ ഇന്ത്യയിൽ എവിടെയെങ്കിലും നടന്നാണെങ്കിൽ കേരളത്തിൽ മാത്രമേ നടന്നുള്ളൂ. തുറന്ന് പറയാം. ഈ രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു, കേരള, ഈ ഗോവ അവിടെ ഒന്നും നടത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇത് കുട്ടികൾ നിങ്ങൾ മനസ്സിലായിരിക്കണം. അതിന്റെ അർത്ഥം പറഞ്ഞു വെച്ചാൽ കേരളത്തിൽ ഭൂമിയില്ലാത്ത ഒരാളും ഇല്ല. ഇത് താങ്കൾക്ക് വേണമെങ്കിൽ എഴുതാം. യു ക്യാൻ ആസ്ക് യുവർ ടീച്ചർ. There is no one who does not have land. കുറവായിരിക്കാം, കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ കുറവായിരിക്കാം. ബട്ട് എവ്രി വൺ, ഒരു മലയാളിയാണെങ്കിൽ, ഇവിടെ ജനിച്ചാണെങ്കിൽ, ഇയാളുടെ കയ്യിൽ ഭൂമി ഉണ്ട്. ഭൂമി ഇല്ലാത്ത ഈ രാജസ്ഥാൻ, UP, ബീഹാർ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് അവിടെയൊക്കെ ഭൂമിയില്ലാത്ത ആളുകളെ ഉള്ളൂ. അവിടെ കുറച്ച് ആളുകളുടെ കയ്യിൽ മൊത്തം ഭൂമിയുണ്ട്. ഇവിടെ അങ്ങനെയല്ല. കുറച്ച് ഭൂമി ഉണ്ടെങ്കിലും എല്ലാ ആളുകൾക്ക് കയ്യിൽ ആ സാധനം വന്നിട്ടുണ്ട്. അപ്പൊ പീപ്പിൾ ഹാവ് മണി. അപ്പോൾ അവർ പൈസ കയ്യിലുണ്ടെങ്കിൽ അവർ ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിന് വേണ്ടിയും ചെലവാക്കാനുള്ള ശേഷി അവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. ആളുകളൊക്കെ വേറെ ഉപയോഗിച്ചോട്ടെ. കുട്ടികളാണെങ്കിൽ നിങ്ങൾ കുട്ടികളിൽ ഇത് ഉപയോഗിക്കാനുള്ള സമയം അത് താങ്കൾക്ക് അത് കുട്ടിക്ക് അത് പാടില്ല. അതിനു വേണ്ടിയാണ് നാം ഇവിടെ സംസാരിക്കുന്നത്. ഈ കുട്ടികളെ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്? ഈ വൈ ഡേ, അറ്റ് വാട്ട് ടൈം ഡേ ഇത് ഉപയോഗിക്കുന്ന കുറെ കാരണങ്ങളുണ്ട്. 3 കാരണമുണ്ട്. ആകാംക്ഷ കൊണ്ട് കഴിക്കുന്നു. ആകാംക്ഷ പറഞ്ഞു വെച്ചാൽ ക്യൂരിയോസിറ്റി. എല്ലാ ആളുകളും ഇതിന്റെ പേര് പറഞ്ഞ് നടക്കുകയാണെന്ന് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന്റെ പേരിലാണ് കുറെ നല്ല ശതമാനം കുട്ടികൾ ഇത് കഴിക്കാൻ തുടങ്ങുക. പിന്നെയാണ് പിയർ പ്രഷർ. മിക്കവാറും സീനിയർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ താഴത്തെ ക്ലാസ്സിലുള്ള കുട്ടികളെ ഇത് കഴിക്കാൻ നിർബന്ധിക്കുക. നിർബന്ധം കൊണ്ട് കുറെ കുട്ടികൾ ഇത് കഴിക്കുന്നു. മൂന്നാമത്തത് കുട്ടികളുടെ മനസ്സിലെ ഇരിക്കുന്ന പിടിമുറുക്കം, ഇതൊക്കെയാണ്. നൗ ജനറലി ഇൻ കേരള കുട്ടികൾക്ക് ഞാൻ ഒരു ടീച്ചറായിട്ട്, ഒരു പാരന്റ് ആയിട്ട്, ഒരു പോലീസ് ഓഫീസറായിട്ട് ഞാൻ കണ്ടത്,
മിക്കവാറും കുട്ടികൾക്ക് നല്ല ടെൻഷനുണ്ട്. ഈ ടെൻഷനിന് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയത്. ദാറ്റ് they are being compelled to excel in studies all the time. അതായത് ഒന്നാമത്തെ ഒരു LKG ആയാലും ഒരു SSLC ആയാലും +1 ആയാലും +2 ആയാലും ദി പാരന്റ്സ് ആസ് വെൽ ആസ് ടീച്ചേഴ്സ് അവരോട് പറയുകയാണ് എപ്പോഴും അവർ ഒന്നാമത്തെ സ്ഥാനത്തിന് വരണം, A+ ഗ്രേഡ് അവർക്ക് കിട്ടണം, 90% മാർക്സ് കൊണ്ടുവരണം, സ്കൂളിന്റെ റിസൾട്ട് 100% ആവണം. ഇതൊക്കെ കാര്യങ്ങൾ ആണ് ഇവിടെ നമ്മൾ. എനിക്ക് ഇപ്പൊ 35 വർഷം കേരളത്തിലായി. ഇപ്പോൾ 35 വർഷമാണ് ഞാൻ കേൾക്കുന്നത് ഈ വാക്കുകൾ തന്നെയാണ്. 1985 വരുമ്പോൾ തന്നെ ടീച്ചർമാർ ഇതേ കാര്യം പറയുകയായിരുന്നു. ഇപ്പൊ 2020 ആവുമ്പോഴും ടീച്ചർമാർ അതേ കാര്യം തന്നെ നടക്കുന്നു. അമ്മ അച്ഛന്മാർ എനിക്ക് ഒരു വ്യത്യാസം ഞാൻ ഒന്നും കണ്ടിട്ട് ഒന്നുമില്ല. ദി പ്രഷർ ടു എക്സൽ academics wise is the same. ആ പ്രഷർ താങ്ങാനുള്ള ക്ഷമത ചില കുട്ടികൾക്ക് ഇല്ല. ആ കുട്ടികളാണ് ഈ ലഹരി വസ്തുക്കൾ കഴിക്കുന്നത്. ഇത് അവർ എക്സ്പീരിയൻസ്. ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കുറെ കൗൺസിലിംഗ് സെന്റേഴ്സ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിലെ ഒരു സെന്റർ ഉണ്ട്, കൊച്ചിയിലെ ഒരു സെന്റർ ഉണ്ട്, കോഴിക്കോടിലെ സെന്റർ ഉണ്ട്. ഞങ്ങൾ 14 ജില്ലകളിൽ 14 ഡി അഡിക്ഷൻ സെന്റേഴ്സും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ്. ഒരു ഏകദേശം 10,000 കുട്ടികൾ അവിടെ വന്നിട്ട് ചികിത്സിപ്പിച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവം, ആ റെക്കോർഡും ഞങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഈ കാര്യങ്ങൾ താങ്കളോട് പറയുന്നത്. വൈ ആർ ദേ ടേക്കിംഗ് ഇറ്റ്? ആ സ്ട്രെസ് താങ്ങാൻ പറ്റാത്തത് കൊണ്ട്. ബിക്കോസ് ദി ചിൽഡ്രൻ ആർ സെയിങ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികൾ എന്നോട് പറയുകയായിരുന്നു, ടീച്ചറെ എനിക്ക് പഠിക്കാൻ ഞാൻ എൻ്റെ കഴിവനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എനിക്ക് ഒരു 70% ഒരു 75% മാർക്സ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, വിച്ച് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടു മൈ പാരൻസ്. എൻ്റെ അമ്മ അച്ഛന്മാർക്ക് അത് ഇഷ്ടമില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് 90 മാർക്സ് കൊണ്ടുവന്നില്ല, 60% കൊണ്ടുവന്നിട്ടില്ല, 70% ഞങ്ങൾ കൊണ്ടുവരോളം പറയുന്നു. എന്തുകൊണ്ട് 80% കൊണ്ടുവന്നിട്ടില്ല, 80% കൊണ്ടുവരുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് 90% കൊണ്ടുവന്നിട്ടില്ല? ഇങ്ങനെയുള്ള ഒരു വിളിയാണ് ഈ കുട്ടികൾ എപ്പോഴും കേൾക്കുക. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ മടുത്തു, ഞങ്ങളെ കൊണ്ട് എത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുട്ടിയുടെ ഒരു കഴിവിന്റെ ഒരു പരിധിയുണ്ട്. ഈ പാരന്റ്സ് അവർക്ക്, നിങ്ങളുടെ വീട്ടില് 2 കുട്ടികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാവുന്നില്ല, ഇത് എല്ലാ വീടുകളിലും നടന്ന സംഭവങ്ങളാണ്, ഇല്ലേ? ഉണ്ട്. അപ്പോ ആ 2ാമത്തെ കുട്ടി അത്ര പഠിക്കാനുള്ള കുട്ടിയല്ല, അതൊരു യൂത്ത്ലെസ്. ഈ കുട്ടിയെ ഒരു മോശമായിട്ട് കാണരുത്. ഈ കുട്ടീന്റെ കഴിവ് അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഈ കുട്ടി ഈ പഠനത്തിൽ ഇല്ലെങ്കിൽ വേറെ ഏതോ ഒരു ഫീൽഡിലൊക്കെ നല്ലതായിരിക്കും. ഈ ഓർ ഷീ മേ ബി ഹൂ ഇസ് നോട്ട് സ്റ്റഡിങ്, ഹൂ ഇസ് നോട്ട് ഷോയിങ് ദി ഇൻട്രസ്റ്റ്, കൂടുതൽ ഇൻട്രസ്റ്റ് സ്റ്റഡിയിൽ കാണിക്കില്ലെങ്കിൽ അപ്പോൾ ചിലപ്പോൾ അവർ സ്പോർട്സിന് നല്ലതായിരിക്കും, ചിലപ്പോൾ അവർക്ക് വേറെ ഒരു കഴിവുണ്ടായിരിക്കാം, ചിലപ്പോൾ അവർ ഒരു നല്ല ഡാൻസുകാരിയായിരിക്കും, ഒരു നല്ല പാട്ടുകാരനായിരിക്കും മകൻ. അവർക്ക് വേറെ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ താല്പര്യങ്ങൾ അമ്മ അച്ഛന്മാർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഫീൽഡിലേക്ക് പോകാൻ നമ്മൾ അമ്മ അച്ഛന്മാരോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. വല്ലപ്പോഴുമേ കാണുള്ളൂ. ഹോബി ഓരോ കുട്ടി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈശ്വരൻ, ദ ഗാഡ് ഹാസ് ഗിവൻ അസ്, എവറി ചൈൽഡ് ഈസ് എ ഗിഫ്റ്റഡ് ചൈൽഡ്. ഓരോ കുട്ടിയിലെ ഓരോ കഴിവുണ്ടായിരിക്കും. ആ കഴിവ് തിരിച്ചു കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന പോലും ഇല്ല. A+ ഗ്രേഡ് കൊണ്ടുവരിക അത് ഒരു വലിയ കഴിവൊന്നുമല്ല. അത് ആർക്കും ഒരു സ്കൂളിൽ കൂടുതൽ പഠിപ്പിച്ചിട്ട് 3-4 ട്യൂഷനൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് ഇത് നമ്മൾ വർത്താം. ഇത് ഒരു SSLCയോ ഇല്ലെങ്കിൽ +1 +2 ഒക്കെ വാശി പിടിക്കുകയാണെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം. ഇതിപ്പോ 1ാമത്തെ ക്ലാസ്സിൽ തന്നെ, 1ാമത്തെ LKG UKGയിലും നിങ്ങളെ കുട്ടീനോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർ കിട്ടിയില്ലല്ലോ, 1ാമത്തെ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് A കിട്ടിയില്ലല്ലോ. ഈ ടീച്ചർമാർ കുറെ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 1 സ്റ്റാർ, 2 സ്റ്റാർ,
അപ്പൊ ആ അമ്മ എപ്പോഴും കാണുന്നത് സ്റ്റാർ മാത്രമാണ്. ഇയാളെല്ലാം കറക്റ്റാണ് അത് നോക്കലില്ല. നിനക്ക് എന്നെ സ്റ്റാർ കിട്ടിയില്ലല്ലോ. ഈ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല ഈ സ്റ്റാറിന്റെ അർത്ഥം എന്താണെന്ന്. അപ്പോ LKG മുതൽ ഈ കുട്ടി ആ സ്റ്റാർ കിട്ടാൻ വേണ്ടി നമ്മുടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. യു ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടി, 5 വയസ്സുള്ള കുട്ടി ഒന്നാമത്തെ സ്ഥലത്തിന് വരണം, സ്റ്റാർ കൊണ്ടുവരണം. നമ്മൾ എന്തിനാ അവർക്ക് ഇങ്ങനെയുള്ള ദൂഷ്യങ്ങൾ നമ്മൾ എന്തിനാണ് അവരോട് പഠിപ്പിക്കേണ്ടത്? പാസ് ഫെയിൽ 2 കാറ്റഗറി മാത്രമായിരുന്നു നമ്മൾ പഠിക്കുമ്പോൾ. നിങ്ങൾ ഈ അമ്മ അച്ഛന്മാരും ഈ PTA പഠിക്കുമ്പോൾ ഒരു 2 കാറ്റഗറി മാത്രം ഉണ്ടായിരുന്നുള്ളൂ, പാസോ ഫെയിലോ. അതുകൊണ്ട് നമ്മളെല്ലാം ആ വയസ്സ് കിടന്നിട്ടല്ലേ നമ്മൾ ഇവിടെ എത്തിയത്. നമുക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? നമ്മളുടെ അമ്മ അച്ഛന്മാർ നമ്മളോട് ഈ സ്റ്റഡി നമ്മൾ നന്നായിട്ട് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധയില്ല എന്ന് നമ്മളെ അന്വേഷിക്കാതെ പോയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചോ? ഇല്ലല്ലോ. നമ്മുടെ കഴിവനുസരിച്ച് എന്തോ ഒരു പരീക്ഷ എഴുതി, ഇല്ലെങ്കിൽ വേറെ ഏതൊരു ജോലിയിൽ കയറി ആ അവസ്ഥയിൽ നമ്മൾ ഇരിക്കുകയല്ലേ. ദെൻ വൈ ആർ വി പിന്നെ നമ്മളെ എന്തിനാണ് നമ്മളെ കുട്ടികളെ നമ്മൾ സംശയിക്കുന്നത്? ലീവ് ദം. ഈ ഒരു കുട്ടി, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ഈ കുട്ടീന്റെ കഴിവനുസരിച്ച് പഠിക്കാനുള്ള അനുവാദം കൊടുക്കുക. ഒറ്റ വാക്കത്തിൽ പറഞ്ഞാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കുട്ടിക്ക് കാര്യം മനസ്സിലാവും. നമുക്ക് പറയാം അവരോട്, ഞങ്ങൾക്ക് ഫീസ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വി എക്സ്പെക്ട് ഫ്രോം യു, നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ പഠിക്കൂ. ചിലപ്പോൾ ഏതൊരു കുട്ടി ഏതൊരു സബ്ജക്റ്റിൽ വളരെ മോശമാണെങ്കിൽ ഒരു ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. ബട്ട് നമ്മൾ അവർക്ക് ആവശ്യം എന്താണ് അത് നോക്കാതെ അവരുടെ കഴിവ് ചിലപ്പോൾ 60% മാർക്ക് കൊണ്ടുവരാനുള്ള കഴിവ് മാത്രം ഉണ്ടെങ്കിൽ അവരോട് അതും ശ്രദ്ധിക്കാതെ എല്ലാ കുട്ടികളും തന്നെ ഒരേ മാതിരി 90% A+ ഗ്രേഡ് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് ഒരു തെറ്റാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് മുതലാവുന്നില്ല, അതുകൊണ്ട് മടുത്തിരിക്കുന്നു. അപ്പോ ഈ A+ ഗ്രേഡ് കിട്ടാത്ത കുട്ടികളോ, 90% കിട്ടാത്ത കുട്ടികളാണ് മിക്കവാറും അവർ മടുത്തിട്ട് സ്കൂൾ കോളേജിൽ എവിടെ നിന്നോ ഈ സാധനങ്ങൾ സംഘടിപ്പിക്കാൻ നോക്കുക, ഉപയോഗിക്കുക. ദി പാരന്റ്സ് എന്നാണ് അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ കാരണം നമ്മൾ സംസാരിക്കുകയായിരുന്നല്ലോ, ഈ ലഹരി വസ്തു എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്. This is one of the reasons. They have tension. Every child is suffering from tension or stress. കുട്ടികളിൽ ടെൻഷൻ ഉണ്ടാക്കാൻ ഒരു കാര്യമില്ല. കുട്ടികളിൽ കുറവായിട്ടൊന്നും ഇല്ലല്ലോ. താമസിക്കാൻ അവർ വീടുണ്ട്, അമ്മ നോക്കാൻ, അവരെ സുരക്ഷ കൊടുക്കാനാവുണ്ട്, സമയത്തിന് കിട്ടുന്നുണ്ട്, മൊബൈൽ ഫോൺ വരെ അവർക്ക് കയ്യിലുണ്ട്. Then why there should be tension? But everybody is under tension. ഫസ്റ്റ് ക്ലാസ്സിലെ കുട്ടിയായാലും UP ക്ലാസ്സിന്റെ കുട്ടിയായാലും SSLC-യിലായാലും +1-ലായാലും +2-ലായാലും. Because parents and teachers knowingly or unknowingly, നിങ്ങളൊരു ഉദ്ദേശം നല്ലതായിരിക്കാം, നിങ്ങൾ അവർക്ക് അപ്പുറമുള്ള റിസൾട്ട്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. വിച്ച് ഒരു സ്കൂളില് എത്ര ശതമാനം A+ ഗ്രേഡ് ഉണ്ടാവും? ഇവിടെ കുറെ ടീച്ചേഴ്സ് ഒക്കെ അവിടെ ഉണ്ടല്ലോ. മേ ബി ഇൻ മൈ ഒപ്പീനിയൻ മേ ബി 1%, മേ ബി 2%, ഡെഫിനറ്റ്ലി നോട്ട് മോർ ദാൻ 5%. അപ്പൊ ബാക്കി 95% അവർ എന്ത് ചെയ്യണം? ഞങ്ങളും ഞാനും എന്നോട് ഒരു ഉത്തരവാദിയായിട്ടാണ് കാണുന്നത്. ഈ കുട്ടികൾക്ക് ഈ ടെൻഷന് നമ്മൾ വർദ്ധിക്കാൻ വേണ്ടി ഞാനും ഉത്തരവാദിയാണ്. എങ്ങനെ? ഈ സ്കൂൾ കോളേജുകളിൽ ഞങ്ങളെ ദിവസേന വിളിയായി ആ റിസൾട്ട് വന്ന ശേഷം A+ ഗ്രേഡുകാർക്ക് നമ്മൾ ഈ പാരിതോഷികം കൊടുക്കാൻ വേണ്ടി ഞാൻ എത്രയോ സ്കൂൾ കോളേജിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോ കുറച്ച് ആളുകൾക്ക് ട്രോഫികൾ നമുക്ക് കാണാം. ഐ ഹാവ് നെവർ സീൻ മോർ ദാൻ മേ ബി 100 or 200 ട്രോഫീസ് നമ്മൾ കൊടുക്കാറുണ്ട്. വലിയ സ്കൂൾ ഉണ്ടെങ്കിൽ 300, 400 അത്രേ ഉള്ളൂ. അപ്പൊ ആ സ്കൂളിൽ പഠിക്കുന്നതിന് 5000 കുട്ടികളാണ്. ബാക്കി കുട്ടികളോ? അപ്പൊ ബാക്കി കുട്ടികൾ അവർ ഒന്നും ആലോചിക്കുന്നു. യു തിങ്ക് യുവർ സെൽഫ്,
A+ ഗ്രേഡ് മാറിയ കുട്ടികൾ വേറെ ഒരു സൈഡിലേ ഇരിക്കുന്നു. ബാക്കി കുട്ടികളെല്ലാം ഈ സദസ്സിലെ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. അവരുടെ അവസ്ഥ, അവരുടെ മാനസിക അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് അവിടെ പോകാനുള്ള അവസരം കിട്ടിയില്ലല്ലോ. ഞാനും നന്നായിട്ട് പഠിച്ചിരുന്നു. എന്നിട്ടും എനിക്ക് എനിക്ക് 5 മാർക്സ് കൊണ്ട് A+ ഗ്രേഡാണ് പോയത്. ഞാൻ അത്രയും നന്നായിട്ട് പഠിച്ചിട്ടും എനിക്ക് അതോ പാരിതോഷികം കിട്ടിയില്ലെങ്കിൽ പിന്നെ പഠിക്കാൻ കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള വിചാരം കുട്ടിയുടെ മനസ്സിലുണ്ടാവും. Why are we giving this? ഈ പാരിതോഷികം കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. You should never give any this trophy and all those things. അവർക്ക് നല്ല മാർക്സ് കിട്ടി, അവർ വിളിച്ച് പറഞ്ഞു. They have also gone to other class. അപ്പോ ഈ പാരിതോഷികം കിട്ടിയ ആളും അടുത്ത ക്ലാസ്സിലേക്ക് പോയി, പാരിതോഷികം കിട്ടാത്ത ആളുകളും അടുത്ത ക്ലാസ്സിലേക്ക് പോയി. വലിയ വ്യത്യാസം ഒന്നും അവിടെ നടന്നിട്ടില്ല. എന്നിട്ടും we are creating classifications, we are creating divisions in our own school, in the minds and hearts of the children. We are telling them, നിങ്ങൾ ഈ 100 കുട്ടികൾ നല്ലതാണ്, നിങ്ങൾ ബാക്കി 900 മനസ്സിലെ ഈ കുട്ടിയെ കിട്ടാത്തയാണെന്ന ഈ കാണുന്ന മാനസിക അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ സമയത്തിൽ അങ്ങനെ ഒരു അവാർഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ we were not psychologically I was never disturbed. അവിടെ ആകെ I remember my 6th, 7th standard, 6th, 7th, 8th standard mark sheet pass. ഇത്രേ ഉള്ളൂ കാര്യം. കുട്ടി പാസ്സായി. റിസൾട്ട് ഇല്ല, അതിനകത്ത് ശതമാനമില്ല, അതിനകത്ത് A, B, C, D അതൊന്നുമില്ല. All were happy. ആർക്കും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ലഹരി വസ്തുക്കൾ അവിടെ ചിലപ്പോൾ എത്രയില്ലെങ്കിലും മദ്യം, സിഗരറ്റ്, വീഡിയോ ഒക്കെ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ആരും നമ്മൾ വിഷമിച്ചിട്ട് ഇതൊക്കെ കഴിക്കാൻ പോയൊന്നുമില്ല. So the third reason for taking drug is too much of tension in the minds of the children, which please stop doing this. This is the request for the parents, PTA and teachers also. Now, what are the symptoms? What are the symptoms? ഒരു കുട്ടി ഒരു ലഹരി വസ്തു കഴിക്കുകയാണെങ്കിൽ അതിന്റെ സിംറ്റംസ് എന്താണ്? സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അതിന് കുറെ സിംറ്റംസ് ഉണ്ട്. ഞങ്ങൾ ഡോക്ടേഴ്സുമായി, സൈക്കാട്രിസ്റ്റുമായി സംസാരിച്ചിട്ട് മനസ്സിലാക്കിയത്, അത് ടീച്ചറും മനസ്സിലാക്കണം, അമ്മയും മനസ്സിലാക്കണം. കുട്ടിയുടെ ശരീരം തളരുന്നു, കുട്ടിയെ എപ്പോഴും തലവേദന ഉണ്ടാവുന്നു, കുട്ടി ഉറങ്ങാൻ പാടില്ലാത്ത സമയത്തിൽ ഉറങ്ങുന്നു, ഉറങ്ങാനുള്ള സമയത്തിൽ ഉറങ്ങുന്നില്ല. ക്ലാസ് ആണെങ്കിൽ കുട്ടി എന്തോ കഴിച്ച് എപ്പോഴും ചവിച്ചോ ഇല്ലെങ്കിൽ കഴിച്ചിരിക്കുന്നു. ക്ലാസ് ആണെങ്കിൽ എപ്പോഴും കുട്ടി ടോയ്ലറ്റിൽ പോകാൻ പറയുന്നു, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ വരാതെ ഇരിക്കുന്നു. എന്തോ സാധനങ്ങൾ വേറെ കുട്ടികളെ തരാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കുട്ടിയുടെ ഭാരം കുറയുന്നു, കുട്ടിയുടെ മാർക്സ് പെട്ടെന്ന് കുറയുന്നു, കുട്ടിയുടെ ഫ്രണ്ട്സ് പെട്ടെന്ന് മാറുന്നു. This is very important. The teachers should understand, if the children are changing their friend, then there is a problem. Generally, ഇത് കുട്ടികൾ ചെയ്യാത്ത കാര്യമാണ്. കുട്ടികൾ അവരുടെ ഫ്രണ്ട്സിനെ മാറ്റുന്നില്ല. അവർക്ക് വേണ്ടി ഫ്രണ്ട്സ് ആർ ഇമ്പോർട്ടൻറ്റ്. സൈക്കോളജിസ്റ്റ് പറയുന്നത്, കുട്ടി ഒരു 10 വയസ്സ് മുതൽ 15 വയസ്സിൽ അടക്കുകയാണെങ്കിൽ, ആ ചൈൽഡ് സൈക്കോളജിയാണ്, പ്രൂവ്ഡ് ഫാക്ട് ആണ്, അവർക്ക് ഫ്രണ്ട്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പാരൻസ്. അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ട് കുട്ടിയുടെ മനസ്സിൽ. അപ്പൊ കുട്ടി ഇയാളുടെ ആ ഫ്രണ്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ഹിസ് ഓർ ഹർ ലൈഫ്. അവരെ അത് പെട്ടെന്ന് മാറ്റുകയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ കാര്യങ്ങൾ വീട്ടിലുമുണ്ട്. വീട്ടിലെ അമ്മയുടെ അടുത്ത് കുട്ടി സ്കൂളിൽ വരുമ്പോൾ അമ്മയുടെ അടുത്ത്, സാധാരണ അമ്മയുടെ അടുത്ത് വരിക, അമ്മയെ ലാലിക്കുക, അമ്മ കുട്ടിയെ ലാലിക്കുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. കുട്ടികളെ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? അമ്മ ഞാൻ വിശക്കുന്നു, എനിക്ക് ഈ സാധനം ഉണ്ടാക്കി തരണം, അമ്മയുടെ അടുത്ത് പോയി ഇരിക്കുക, അടുക്കളയിൽ പോയി ഇരിക്കുക. സാധാരണ വീട്ടില് ഇതെല്ലാം ഉണ്ടായില്ലെങ്കിൽ കുട്ടി പതുക്കെ സ്കൂളിൽ മറന്നു, അമ്മ അച്ഛനോട്, വീട്ടിലെ വേറെ സഹോദരന്മാരോട് സംസാരിക്കുന്നില്ല,
ഒറ്റയ്ക്ക് പോയി വീണ്ടും പോയി സ്വന്തം മുറിയിൽ പോയി ഇരിക്കുക, അകത്ത് നിന്ന് മുറി പൂട്ടുക, പിന്നെ കുട്ടിയുടെ ഭാരം കുറയുന്നു, കുട്ടി കയറി സംസാരിക്കുന്നു, ഒരു കാര്യമില്ലാത്ത അമ്മനോട് കുട്ടി ദേഷ്യപ്പെടുത്തുന്നു. ദിസ് ഇസ് വെരി അൺയൂസ്വൽ. ഒരു കാര്യമില്ലാത്ത, കാരണം ഇയാൾ ഒരു ടെൻഷനിലാണ്, ലഹരിന്റെ ടെൻഷനിലാവുമ്പോൾ ലഹരിന്റെ ഒരു ചിലപ്പോൾ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരം റെസ്റ്റ്ലെസ്നെസ് കാണും, ഒരു വല്ലായ്മ. കുട്ടിയുടെ വെയിറ്റ് കുറയുന്നു, കുട്ടിയുടെ വിശപ്പില്ല, കുട്ടി ആരോടും സംസാരിക്കുന്നില്ല വീട്ടില്. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അമ്മ അത് സംശയിക്കണം, എന്തോ കുട്ടിയെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ലഹരി വസ്തുക്കളുടെ ഗന്ധമുണ്ടല്ലോ, സ്മെൽ, അത് വല്ലാത്ത സ്മെല്ലാണ്. പാൻ പരാഗ് ആയാലും പാൻ മസാല ആയാലും പാർട്ടി ഡ്രഗ്സ് ആയാലും ഈ ഹെറോയിനിന്റെ ചെറിയ അംശമായാലും എന്തോ ഏതു ലഹരി വസ്തു ആയാലും കഞ്ചാവ് ആയാലും അതിന്റെ ഒരു മണമുണ്ടാവും. അത് അമ്മാന്റെ ശ്രദ്ധയിൽ വരാതെ ഇരിക്കില്ല. അത് ഉണ്ടെങ്കിൽ അമ്മക്ക് അതൊരു പ്രത്യേകം സാധനമാണ്. ായിരിക്കും. 3 സ്ഥലം അമ്മ പരിശോധിച്ചാൽ കാര്യം പുറത്തു വരും. ലഞ്ച് ബോക്സ്, സ്കൂൾ ബാഗ്, ഡ്രസ് സാധാരണ കേരളത്തിൽ നമുക്ക് കഴിക്കുന്നത് നമ്മുടെ അമ്മമാർ തന്നെയാണ്. അതിനകത്ത് വല്ലാത്ത എന്തോ ഈ ഡ്രസ്സിന്റെ മേളിൽ എന്തെങ്കിലും ഒരു ഈ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ചിഹ്നം കാണാം, കറ, എന്തെങ്കിലും ഒരു കറ കാണാം, ഇല്ലെങ്കിൽ ഗന്ധം കാണും. കുട്ടി ഈ ലഹരി വസ്തുക്കൾ കഴിക്കാനുള്ള എക്സ്പെർട്ട് ഒന്നുമില്ല. കുട്ടിയെ അറിയാത്ത ഈ സാധനങ്ങളെ എവിടെയൊക്കെ കിടക്കും, ഇതിന്റെ ശേഷി അവിടെ കാണും, സംശയമൊന്നുമില്ല. അതിന് ഒന്നുമില്ലെങ്കിൽ ഇതിന്റെ റാപ്പർ കാണും, ഇല്ലെങ്കിൽ ഉപയോഗിക്കാത്ത കുറെ സാധനങ്ങൾ അവിടെ തന്നെ കാണും. അത് അമ്മ നോക്കുകയാണെങ്കിൽ ഇത് കിട്ടിയാൽ തന്നെ. അപ്പൊ ഇതാണ് ഇതിന്റെ ലക്ഷണം. നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു കുട്ടി ചിലപ്പോൾ കഴിക്കുന്നുണ്ടെന്ന് മനസ്സിലായി, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുട്ടിയെ വിളിക്കണം. കുട്ടിയെ വിളിച്ചിട്ട് കുട്ടിയെ താക്കീത് ചെയ്യുക, കാര്യങ്ങൾ ചോദിക്കുക. കുട്ടിയോട് വിളിച്ച് ചോദിച്ചാൽ കുട്ടി പറയും, കുട്ടിയെ വിളിച്ച് ചോദിച്ചില്ലെങ്കിൽ കുട്ടി പറയില്ല. ദാറ്റ് ഈസ് അനദർ ചൈൽഡ് സൈക്കോളജി. അപ്പോ അമ്മ ചോദിച്ചാൽ കുട്ടി പറയും, നിങ്ങൾ പറയണത് എന്താണ്, നിങ്ങൾ എന്നെ കൊണ്ട് മറച്ചു വെക്കുന്നു, എന്റെ കണ്ണിനേക്ക് നോക്കി പറയൂ. അപ്പൊ കുട്ടി ഉള്ളുള്ള കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ പറഞ്ഞിട്ട് കുട്ടി നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ. പക്ഷെ അവിടെ കുട്ടി നന്നാവുന്നില്ല. അപ്പൊ ഭർത്താവിനോട് പറയണം, അതായത് ഹസ്ബൻഡിനോട് പറയണം, കുട്ടീന്റെ അച്ഛനോട് പറയണം. രണ്ടാളും വിളിച്ചിട്ട് ഈ കാര്യം പറയുക. അതൊന്നുമില്ലെങ്കിൽ, പക്ഷേ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് അമ്മമാർ ഈ കാര്യം പുറത്ത് പറയാനില്ല. അവർ മനസ്സിൽ വെച്ച് നടക്കുന്നു. അയ്യോ എന്റെ കുട്ടി, അമ്മക്ക് അറിയാം ഈ കുട്ടി എന്തോ. 1% സ്ത്രീകൾ പറയാനില്ലാത്ത കാര്യം എനിക്കറിയാം. ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ അമ്മ വെറും കുട്ടിയെ എടുത്തിട്ട് എന്റെ അടുത്ത് എത്രയോ അമ്മമാർ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, എന്താ അച്ഛൻ കാണുന്നില്ലല്ലോ? സാർ, അച്ഛന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഐ ഹാവ് കം വിത്ത് ദ ചൈൽഡ് ടു യു സർ. ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടില്ല സർ. അദ്ദേഹത്തിന് അറിഞ്ഞാൽ നാട്ടുകാരെ അറിയും, ബന്ധുക്കളെ അറിയും, അയൽവാസികളെ അറിയും, എന്റെ കുട്ടിയുടെ പേര് ചീത്താവുന്നു. ഇതാണ് അമ്മമാർ വിചാരിക്കുന്നത്. അവരുടെ ഒരു പ്രായോഗിക ഒരു സംശയമാണ് ഇത്. പക്ഷെ അത് ഈ സംശയം കൊണ്ട് ഈ കുട്ടിയെ ആരെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാതെ ഇരിക്കുകയാണെങ്കിൽ അത് അതിനേക്കാൾ വലിയ അപകടമാണ്. ഈ കുട്ടി ഇതേ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. കുട്ടീന്റെ അവസ്ഥ കൂടുതൽ മോശമായി കൊണ്ടിരിക്കും. ബെസ്റ്റ് തിങ്, ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഈ കുട്ടിയെ ആദ്യം പറയാൻ നോക്കുക. കുട്ടീന്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുക. സ്കൂളിൽ വന്നിട്ട് ടീച്ചേഴ്സിനോട് പറയുക. അവിടെ ഈ കുട്ടി നിർത്തുകയാണെങ്കിൽ നല്ലത്. നിർത്തിയില്ലെങ്കിൽ കുട്ടിയെ കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോകണം. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കൗൺസിലർ. നല്ല 1% കുട്ടികൾ കൗൺസിലറുമായി സംസാരിച്ചിട്ട് അവർ നന്നാവാറുണ്ട്.
അവിടെയും ശരിയായില്ലെങ്കിൽ കുട്ടിയെ ഇത് ഞാൻ പറഞ്ഞ കാലം ഈ കുട്ടിക്ക് ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ആരുടെ മൈക്ക് ഓൺ ആണ്. ദാറ്റ് whoever is there, you can find out, the principal can find out whose mic is on. Anyway, now ഇത് നമ്മൾ നടന്നില്ലെങ്കിൽ നമ്മൾ ഈ കുട്ടിയെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണം. ഡോക്ടർ ഇതിന് മരുന്ന് തരും. ഒരു കാര്യം മനസ്സിലാക്കണം, ദിസ് ഈസ് എ ഡിസീസ്. ഇത് ഒരു രോഗമാണ്, ലഹരി വസ്തു ഉപയോഗം. അപ്പോൾ ഇത് നമ്മൾ രോഗം ഇങ്ങനെ പുറത്ത് കൊണ്ടുവരാനുള്ള വഴികളുണ്ട്, നമ്മൾ പേടിക്കേണ്ട. ഡോക്ടർ ഇത് ഗുളിക കൊണ്ട് ചിലപ്പോൾ കുട്ടി നന്നാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ടും കുട്ടി നന്നായില്ലെങ്കിൽ, ഈ +2 പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നന്നായില്ലെങ്കിൽ, പിന്നെ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അവിടെ കടത്തി നമ്മൾ ചികിത്സിപ്പിക്കണം. 15 ദിവസത്തിൽ 1 മാസത്തിൽ അവിടെ കടന്നിട്ട് അതിൻ്റെ അവിടെ ഈ കുട്ടിയെ അവിടെ കിടന്നിട്ട് ഈ കുട്ടിയെ ചികിത്സിപ്പിച്ചാൽ കുട്ടിയുടെ എല്ലാ ദോഷങ്ങളും മാറുകയാണ്. ഇത് ഞങ്ങൾ നേരിട്ട് കണ്ട സംഭവങ്ങളാണ്. എത്ര കുട്ടികൾ നന്നായിട്ട് തിരിച്ചു പോയി. ഞാൻ ആ കുട്ടികളെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളത് കഴിക്കുന്നില്ല. പക്ഷെ അത് സംഭവിക്കുന്നത് അമ്മ അച്ഛൻ ആദ്യത്തെ ഇത് ഏറ്റെടുക്കണം. അത് അവരുടെ കുട്ടി ഇത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മനസ്സിൽ വെക്കാത്ത. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, കുട്ടി നമ്മൾ ഒരു +1 +2 SSLC വന്ന ശേഷം നമ്മൾ കുട്ടിയെ എന്തെങ്കിലും ചെയ്യണമല്ലോ. യു ഹാവ് ടു ആസ്ക് ദ ചൈൽഡ്, കുട്ടിക്ക് എന്താണ് വേണ്ടത്. കാരണം അവിടെ പഠനം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കുട്ടിയെ നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ 100ഓളം പരീക്ഷകളുണ്ട്. +2 കഴിഞ്ഞിട്ട് PMT ഉണ്ട്, ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, പട്ടാളത്തിലേക്ക് പോകാം, നമ്മൾ വക്കീലാവാം. അതിലെല്ലാവരുടെ പരീക്ഷകളും ഉണ്ട്. അപ്പോൾ കുട്ടിയുടെ താല്പര്യമുണ്ടെങ്കിൽ കുട്ടി പറയും എനിക്ക് വക്കീലാവണം. ഒരു +2 കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, കമ്പൈൻഡ് ലോ എൻട്രൻസ് ടെസ്റ്റ്, CLET. ഡോക്ടർ ആവുകയാണെങ്കിൽ PMT ഉണ്ട്. IIT പോവുകയാണെങ്കിൽ CAT എക്സാം ഉണ്ട്. പിന്നെ വേറെ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ EEE ഉണ്ട്, ഇല്ലേ? ഈ സാധനങ്ങളെല്ലാം ഈ പരീക്ഷകൾ ഈ കുട്ടീനെ ഇപ്പം നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ കുട്ടിയെ ചോദിക്കുക. കുട്ടി പറയും എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് ചിലപ്പോൾ വക്കീലാവണം. അങ്ങനെ കുട്ടി പറഞ്ഞാണെങ്കിൽ മാത്രം അവർക്ക് കോച്ചിങ് ക്ലാസിന്റെ ഏർപ്പാട് ചെയ്തിട്ട് ഈ പരീക്ഷകളിന് വേണ്ടി നമ്മൾ അവരെ തയ്യാറെടുപ്പ് എടുപ്പിക്കണം. അവർക്ക് താല്പര്യമില്ലെങ്കിൽ ദയവായി അവരെ നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ലാത്ത ലക്ഷങ്ങൾ രൂപ മുടക്കിട്ട് അവരെ ഈ കോച്ചിങ് സെന്ററിന് അയക്കേണ്ട. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അറിയാമോ, ഇപ്പോൾ കോച്ചിങ് സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടാവുക. അത് നിങ്ങളത് അറിയാത്ത കാര്യമാണ്. ഞാൻ നിന്നോട് പറയാം. നിങ്ങൾ കുട്ടിനോട് ചോദിച്ചാൽ മതി, അവർ പറയും. ഞങ്ങളിവിടെ കുറെ കുട്ടികളെ പിടിച്ചു. ഇവിടെ രാത്രിയിൽ ഈ ലഹരി വസ്തുക്കൾ ഒരു സ്ഥലം നിന്ന് മറ്റേ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകും. ഒരു കാരിയറായിട്ട് ഞങ്ങളെ കുറെ കുട്ടികളെ പിടിച്ചു. നമ്മൾ എന്താ നിങ്ങൾ കേസുകൾ ഞങ്ങളിൽ വരെ നിവൃത്തിയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ കോച്ചിങ് സെന്ററിൽ നിന്ന് വരികയാണ്. അവിടെ നിന്ന് ഈ കോച്ചിങ് സെന്ററിൽ എനിക്ക് പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു. അമ്മ അച്ഛൻ പറഞ്ഞ മനസ്സിലാവുന്നില്ല. ഞങ്ങൾ വെറുതെ എനിക്ക് താല്പര്യമില്ലാത്ത എന്നെ കോച്ചിങ് സെന്ററിൽ പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഫീസൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ താല്പര്യമില്ല. ഞാൻ ആ കോച്ചിങ് സെന്ററിൽ മുഖം കാണിച്ചിട്ട് ഒരു 10 മിനിറ്റ് ശേഷം ഞാനും എൻ്റെ 3-4 ഫ്രണ്ട്സും ഞങ്ങൾ അവിടെ നിന്ന് മുങ്ങുകയാണ്. ഞങ്ങൾ പോവുകയാണ്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും ഈ പോക്കറ്റ് മണിക്ക് വേണ്ടി പൈസ നമുക്ക് വേണം. അപ്പോൾ കുറെ ആളുകൾ ഞങ്ങൾ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ കുറെ ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്നു. ഈ കുട്ടി ഇല്ല, പാക്കറ്റ് ഉണ്ട്, അതിനകത്ത് ഇതായിരിക്കും ലഹരി വസ്തു ആയിരിക്കും, സംശയമൊന്നും വേണ്ട. ആ പാക്കറ്റ് അവിടെ പോയി ഒന്ന് തരാമോ, താങ്കൾക്ക് 100 രൂപ കിട്ടും, 500 രൂപ കിട്ടും. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളുടെ കോച്ചിങ് സെന്ററിനെ അവിടെ അയച്ചാൽ
ഞാൻ പറഞ്ഞ കാര്യം കുട്ടി ചെയ്യില്ല എന്ന് ഉറപ്പില്ല. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. അനുഭവം കൊണ്ട് പറയുകയാണ്. ഈ അടുത്ത കാലത്തിൽ ഒരു ആശുപത്രിയിലെ ഒരു ഉടമസ്ഥൻ ഒരു ഡോക്ടർ എന്ന സുഹൃത്താണ്. അപ്പോ അവിടെ ഞാൻ അദ്ദേഹത്തിന് ചുമ്മാ കാണാൻ പോയിരുന്നു. അപ്പൊ പുള്ളി ഒരു വല്ലാത്ത ടെൻഷനിൽ ഇരിക്കുകയാണ്. ഞാൻ എന്ത് പറ്റി ഡോക്ടർ? ഒന്നും ചോദിക്കേണ്ട. അകത്ത് ഒരു സ്റ്റുഡന്റ്, 3rd ഇയർ സ്റ്റുഡന്റ് അകത്ത് ഇപ്പൊ ആത്മഹത്യാ ശ്രമം ചെയ്തിട്ട് അകത്ത് കിടക്കുകയാണ്. വലിയ ഭയങ്കര നിലവിളിയാണ്. ഞാൻ പറഞ്ഞു എന്തിന്? ഈ ആൾക്ക് ഡോക്ടർ ആകാൻ ഒരു താല്പര്യമില്ല. എന്നിട്ടും ഈ കുട്ടിയെ ചോദിക്കാത്ത അച്ഛൻ 1 കോടി രൂപ അന്ന്, ഇപ്പോ ആ നീട്ടൊക്കെ വന്നു, ഇപ്പോഴത്തെ കാര്യമല്ല, 3 വർഷം മുമ്പുള്ള കാര്യമാണ്. അന്ന് ഈ മാനേജ്മെന്റിന് കുറെ സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. 95 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ കുട്ടിയെ ഇഷ്ടമില്ലാത്ത ഇയാളെ ആ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. 3 വർഷം കഴിഞ്ഞു. കുട്ടി ഒറ്റ പരീക്ഷയിനെ ഇരുന്നിട്ടില്ല, ഒറ്റ ക്ലാസ്സിൽ പോയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ഇയാള് തന്നെത്താൻ കൊല്ലാൻ ശ്രമിച്ചു, തന്നെത്താൻ മരിക്കാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. ഇപ്പൊ മരിച്ചിട്ടില്ല. പക്ഷെ അമ്മ അച്ഛൻ കാണാൻ വരുമ്പോൾ അച്ഛനോടായിരുന്നു ഏറ്റവും കൂടുതൽ ഇയാളെ ചീത്ത വിളിച്ചത്. ഇയാളാണ് എന്റെ ജീവിതം നാശമാക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുട്ടിക്ക് വേണ്ടി 1 കോടി രൂപ ചിലവാക്കിയ ആളിനോടാണ് ഈ കുട്ടി തന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നത്. ഇതാണ് സംഭവിക്കേണ്ടത്. നമ്മൾ അവരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവരോട് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ ഒരു പക്ഷെ ഇങ്ങനെ പ്രതീക്ഷിക്കാം. അവരവരുടെ കഴിവനുസരിച്ചിട്ട് അവർ പഠിച്ചോട്ടെ. ഞാൻ പറഞ്ഞ ഈ പരീക്ഷകളെ കുറെ പറഞ്ഞല്ലോ. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഈ ഒറ്റ പരീക്ഷയിൽ എഴുതാനുള്ള ഒരു മനസ്സും ഇല്ലായിരിക്കാം. വിഷമിക്കേണ്ട. എന്റെ മകന്റെ കാര്യം നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. പത്രങ്ങളിലോ ന്യൂസ് പേപ്പറിലോ വന്നിട്ടുണ്ട്. പുള്ളി 12th ക്ലാസ് പാസ്സാണ്. കോളേജിൽ പോയിട്ടേ ഇല്ല. ക്ലാസ് പാസ്സായ ശേഷം എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു ആനിമേഷൻ, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, എനിക്ക് കോളേജ് പോകണ്ട. ഓ ശരി, എന്താ വേണ്ടേ? എനിക്ക് ഒരു ഡിപ്ലോമ ചെയ്യിപ്പിച്ചാൽ മതി ആനിമേഷനിൽ. എനിക്ക് ആനിമേഷൻ ഭയങ്കര താല്പര്യമാണ്. ഐ വാണ്ട് ടു മേക്ക് ആനിമേഷൻ ഫിലിംസ്. ശരി. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് സ്കൂളിൽ ഇത് കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ഇയാൾ പുറത്ത് അയച്ചിട്ട് 2 ഡിപ്ലോമ. അന്ന് മുതൽ ഇയാൾ സ്വന്തം കഴിവനുസരിച്ച് ആദ്യത്തെ ഒരു ചെറിയ സ്റ്റുഡിയോയിലായിരുന്നു. അന്ന് ഞാൻ ബോംബെയിലാണ്. ഒരു ചെറിയ സ്റ്റുഡിയോയിൽ ബോംബെയിൽ ജോലി തുടങ്ങി. ഇയാളുടെ കഴിവനുസരിച്ച് ആ സ്റ്റുഡിയോകാർ തന്നെ ഇയാളെ ബാംഗ്ലൂരിലേക്ക് അയച്ചു. ബാംഗ്ലൂരിൽ നിന്നുള്ള ആളുകൾ ഇയാളുടെ കഴിവനുസരിച്ച് ഇയാളെ ലണ്ടനിലേക്ക് അയച്ചു. അവിടെ നിന്ന് ഇയാള് പിന്നെ ഓൺലൈൻ പോയിട്ട് വേറെ ഒരു യൂണിവേഴ്സിറ്റിന് വേണ്ടി അവിടെ ലണ്ടനിൽ നിന്ന് ഇയാൾ ചൈനയിലേക്ക് പോയി. ചൈനയിൽ നിന്ന് അവിടെ ഇയാൾ ജോലി ചെയ്യുന്നിട്ട് പിന്നെ ഇയാൾ ഓസ്ട്രേലിയയിലേക്ക് പോയി. ഇപ്പൊ ഇയാൾ വേറെ ഒരു സിനിമ ഉണ്ടാക്കാനുള്ള ഓഫർ കൊണ്ട് വാൻകൂവർ കാനഡയിലെ ഒരു സിനിമ ഉണ്ടാക്കാനുള്ള പ്രൊജക്റ്റിലേക്ക് അവിടെ ആ സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുറെ ആളുകൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പരീക്ഷയിൽ പാസ്സായ ആളല്ലേ, UPSC പാസ്സിന്റെ. എന്റെ മകള് അതൊരു സൈക്കോളജിസ്റ്റ് ആണ്. ഷീ ഈസ് എ ടീച്ചർ ലൈക്ക് യു. ഒരു ജയ്പൂരിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, പുള്ളിക്കാരിയെ സൈക്കോളജിസ്റ്റ് ആക്കണം, കൗൺസിലർ. ഷീ ഈസ് എ കൗൺസിലർ. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിലെ അഡ്മിഷൻ വാങ്ങി അവിടെ നിന്ന് MSc സൈക്കോളജി ചെയ്തിട്ട് സ്കൂളിൽ ഇപ്പൊ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് ഇത് മതി. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ അച്ഛൻ പോലെ ഈ പരീക്ഷ എഴുതണ്ടേ? ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു താല്പര്യമില്ല. അവരുടെ ഇഷ്ടം. നമ്മൾ എന്തിനാണ് ബാധിക്കുന്നത്? ഇത് ഒരു വേറെ രീതിയിൽ നോക്കണം. ഈ 2 ആളും പറഞ്ഞ കാര്യം അവരോട് കേൾക്കാത്ത ഞാൻ അവരെ ഒരു ഡിഗ്രി ചെയ്യിപ്പിച്ചിട്ട് ഈ പരീക്ഷയിൽ എഴുതിപ്പിക്കാൻ വേണ്ടി ഞാൻ അവരോട് നിർബന്ധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ഗതികേട് ഒന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ അവർ പാസ് ആവുകയാമായിരുന്നു. ഐ ഡോണ്ട് സേ ദാറ്റ് ദേ വുഡ് നോട്ട് ഹാവ് പാസ്, ബട്ട് ദാറ്റ് പോസിബിലിറ്റി ഐ സീ ഓൺലി 1 or 2%. 95% അവർ ആ പരീക്ഷയിലെ പാസ്
ആകാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ചെയ്യുന്ന 2 പണിയും അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാണ്. പിന്നെ അവരെ ഗുളികളോ ലഹരി വസ്തുവോ ഒക്കെ അവർ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് അവരോട് ദോഷം പറയാൻ പറ്റില്ല. This is applicable to all. ഓരോ ആളുടെ ഓരോ കഴിവുണ്ട്. കുറെ ആളുടെ കഴിവ്, കുറെ ആൾ മിടുക്കന്മാരാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കൂടുതൽ മാർക്സ് കൊണ്ടുവരുന്നുള്ള ആള് കൂടുതൽ ഇന്റലിജന്റ് ആണ്. അത് ഒരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ മനസ്സിൽ മാറ്റിയാൽ മതി. നോ, വി തിങ്ക് ഇൻ കേരള സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റി, ഈ ആളിന്റെ 100% നിന്ന് 100% മാർക്സ് വരുന്നുണ്ടെങ്കിൽ ഇയാൾ മിടുക്കനാണെന്ന് ഒരിക്കലും ഇല്ല. തെറ്റാണ്. ദിസ് ഇസ് എ മിസ്റ്റേക്ക്. UPSC പരീക്ഷയിൽ പാസ്സാവുന്നവർ എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഞങ്ങൾ പോലെയുള്ള ആളുകളാണ്. 58%, 59%, 60% ഉള്ള ആളുകൾ മാത്രമാണ് ഇവിടെ കൂടുതൽ കാണുക. അവർ 100%മോ 80% വരെ ആരും പോയിട്ടില്ല. എന്റെ അറിവുള്ള ആളുകൾ ആരും പോയിട്ടില്ല. അവർ ആ പരീക്ഷ നന്നായിട്ട് എഴുതി, അത് വേറെ കാര്യം. അതിന് സ്കൂളിലെ അവിടെ മാർക്ക് ഷീറ്റ് പോലും നോക്കുന്നില്ല. സ്കൂളിൽ എത്ര ശതമാനം മാർക്സ് ആണ്, ഡിഗ്രിയിൽ എത്ര ശതമാനം മാർക്സ് ആണ്, they don't even look at it. അവർ മാർക്സ് ചോദിക്കുന്നുണ്ട്, പക്ഷെ അത് അവരുടെ ഇന്റർവ്യൂവില് അതൊരു വിഷയമേ അല്ല. നിങ്ങളുടെ കുട്ടി, അപ്പോ ഞാൻ പറയാൻ തന്നെ, നിങ്ങളുടെ കുട്ടീന്റെ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് ആ കഴിവ് നമ്മുടെ അക്സെപ്റ്റ് ചെയ്യണം, ഏറ്റെടുക്കണം. എന്റെ കുട്ടിക്ക് 60% കൊണ്ടുവരുള്ള കഴിവേ ഉള്ളൂ. കുട്ടിക്ക് 12ാമത് ക്ലാസ് കഴിഞ്ഞിട്ട് ഒറ്റ ടെസ്റ്റ് എഴുതാതെ ഒരു താല്പര്യമില്ല. ഇല്ലെങ്കിൽ ഇല്ല. അവരെ ഏതൊരു ഡിഗ്രി ക്ലാസ്സിൽ അവരുടെ കഴിവനുസരിച്ച് ഇവിടെ കോളേജ് ഉണ്ടല്ലോ, ഏതോ ഒരു കോളേജിലെ അഡ്മിഷൻ പോലത്തെ കിട്ടിയിരിക്കും. അവരെ പഠിപ്പിക്കുക, ഒരു ഡിഗ്രി വാങ്ങി കൊടുക്കുക, അത്രേ ഉള്ളൂ. അതും പോരാത്തത് കൊണ്ട് ഒരു MA, MSc, MCom, MTech ആ ഡിഗ്രിയും കൂടി അവരെ വാങ്ങുക. അവർക്ക് അവരുടെ കഴിവനുസരിച്ച് എന്തെങ്കിലും ജോലി അവർക്ക് ബിസിനസ്സിൽ കയറും. ഇല്ലെങ്കിൽ അവർ വേറെ അവർക്ക് ചിലപ്പോൾ ഒരു ഫാമിലി ബിസിനസ് ഉണ്ടാവും, ഫാമിലി ബിസിനസ് ആയിട്ട് പോകും. ഒന്നുമില്ലെങ്കിൽ അവർ ഫാർമിംഗ്, ഒരു ഭൂമി ഉണ്ടെങ്കിൽ അവർ ഫാർമിംഗ് ചെയ്യും. അവരവരുടെ ജീവിതം അവർ നോക്കിക്കോളും. ആ ജീവിതം നമ്മൾ നേരത്തെ തന്നെ ഒരു വഷളാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. തേർഡ് ആൻഡ് ദ ലാസ്റ്റ് ഈസ്, കുട്ടികളുടെ കഴിവ് കണ്ടുപിടിക്കാൻ അമ്മ അച്ഛന്മാർ തയ്യാറാവണം. when they are small. ഈ TV 4 വയസ്സുകാർ, 3 വയസ്സുകാർ, 5 വയസ്സുകാർ TV-യിലൊക്കെ വന്ന് പാടുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ അമ്മ അച്ഛന്മാരുടെ ഇന്റർവ്യൂ ഞാൻ ന്യൂസ് പേപ്പറിലൊക്കെ വരാറുണ്ട്. ഞങ്ങളുടെ കുട്ടി അത്രയും നന്നായിട്ട് പാടുന്നെന്ന് ഞങ്ങൾ നേരത്തെ അറിയില്ലായിരുന്നു. സ്കൂളില് ഈ വാർഷികോത്സവങ്ങളുണ്ട്. അവിടെ നമ്മൾ അറിയാതെ നിന്ന് നമ്മുടെ കുട്ടി അവിടെ പാടുന്നു എന്ന് നമ്മൾ കാണുന്നു. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിട്ടില്ല നമ്മളെ കുട്ടി ഒരു നന്നായിട്ട് പാട്ടുകാരനാണ്, ഒരു ഡാൻസുകാരനാണ്, ഒരു ചിത്രകാരനാണ്? വി ഷുഡ് ഹാവ് ദി പാരന്റ്സ്, അതായത് ഞാൻ, ഫാദർ ആൻഡ് മൈ വൈഫ്, ദാറ്റ് ഈസ് കുട്ടീന്റെ അമ്മ, അവർ ആദ്യമായിട്ട് മനസ്സിലാക്കാമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി ഒരു ഹോബി ക്ലാസ് ഏർപ്പാട് ചെയ്യാമായിരുന്നു. ചിലപ്പോൾ കുട്ടി ആ ഫീൽഡിൽ പോയി ഒരു വലിയ ആളായിട്ട് മാറും. ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഇവരൊക്കെ, സഞ്ജു സാംസൺ, സച്ചിൻ ബേബി, ഇവരൊക്കെ ആരാണ്? അവരുടെ ഡിഗ്രികളൊക്കെ ഒന്ന് നോക്കണം. ഒന്നുമില്ല. സഞ്ജു സാംസന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. വിഴിഞ്ഞത്തിൽ വീടാണ് ഇയാൾക്ക്. സച്ചിൻ ടെണ്ടുൽക്കർ, മിഡിൽ ക്ലാസ് ഫാമിലി, വെറും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അച്ഛൻ ഒരു കവിയായിരുന്നു, ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. യു വാസ് എ പോയറ്റ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അമ്മ LIC-യിലായിരുന്നു. കഷ്ടിച്ചിട്ടാണ്, 4 കുട്ടികളാണെന്ന് തോന്നുന്നു അവർക്ക്, കഷ്ടിച്ചിട്ടാണ് അവർ പഠിപ്പിച്ചത്. സച്ചിന്റെ കളിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. SSLC വന്ന ശേഷം സച്ചിൻ അത് മതിയാക്കി. എനിക്ക് 2 കാര്യം ചെയ്യാൻ പറ്റൂല, സച്ചിന്റെ ബയോഗ്രാഫി വായിക്കണം. മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഐ റിക്വസ്റ്റ് ദ പ്രിൻസിപ്പൽ ടു ബൈ സച്ചിൻ ടെണ്ടുൽക്കർസ് ബയോഗ്രാഫി either in English or in Malayalam and keep 1 or 2 copies in library.
അപ്പൊ സജി അച്ഛനോട് പറഞ്ഞു, എനിക്ക് രണ്ടും ഒരുമിച്ച് ഞാൻ പറ്റൂല, ഒന്നുമില്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റും. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഈ പഠിയൊക്കെ പഠനമൊക്കെ മതിയാക്കിയാൽ മതി, നിങ്ങൾ കളിക്കാൻ പോയി. And now the rest is history. He is the number one batsman, retired batsman in the number one cricketer of the world. സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ഒരു വലിയ പഠനത്തിന് പോയില്ലെങ്കിൽ സഞ്ജു സാംസന്റെ വലിയ ഒരു ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. He has already earned nearly 10 crore rupees. ഈ IPL-ലൊക്കെ ഒരു പ്ലെയറിന് എത്ര പൈസയെല്ലാം വാങ്ങുന്നു നമ്മൾ ദിവസേന കാണുന്നുണ്ടല്ലോ. 3 കോടിയായിട്ടാണ് കഴിഞ്ഞ 3-4 പ്രാവശ്യം ഈ സഞ്ജു സാംസന്റെ ഡൽഹിക്കാർ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയത്. അത് നിങ്ങൾക്ക് അറിയാം. സഞ്ജു സാംസൺ കളിക്കുന്നത് 2009, 2010, 2011 മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാനുള്ള കാരണം എന്താണ്, സഞ്ജു സാംസൺ SSLCയോ +2 പോയി പഠിച്ചിട്ടില്ല, നല്ല മാർക്സ് കൊണ്ട് വന്നിട്ടില്ല, ഇയാളുടെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇയാളുടെ ഇഷ്ടപ്പെടുന്ന ഫീൽഡിൽ പോയാൽ ഇയാളിന് നല്ല ലാഭം ഉണ്ടാവുകയും ചെയ്തു. ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ. യുവർ ചൈൽഡ് മേ ബി എ സൂപ്പർ, he might be. ഇപ്പോ എത്ര ജോലികളുണ്ട്, 1000 കണക്കിന് ജോലി ഉണ്ട് ഇപ്പോ. ഇവന്റ് മാനേജ്മെന്റ്, ജേർണലിസം, ആർക്കിടെക്ട്, ഫാഷൻ ഡിസൈനിങ്, ക്ലോത്ത് ഡിസൈനിങ്. എനിക്ക് ഇപ്പോ ഓർമ്മ പറഞ്ഞില്ല, there are nearly 1000 fields. ജ്വല്ലറി ഡിസൈനിങ്. കേരളത്തിലെ ഈ കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളും കുട്ടികൾ ചെയ്ത് നടക്കുന്നു. ഇപ്പൊ ഒരു കല്യാണത്തിൽ അറിയാമോ താങ്കൾക്ക്, കല്യാണം ഇപ്പൊ നടന്നതാണെങ്കിൽ, ഇപ്പൊ ഈ കൊറോണ സമയത്തിലൊക്കെ ഇല്ല, പക്ഷെ ഇത് മാറുമല്ലോ 1-2 മാസത്തിൽ. ഒരു കല്യാണം ഇപ്പൊ നടന്നതാണെങ്കിൽ ഡൽഹി ഒരു വലിയ സിറ്റികളിൽ, ചിലപ്പോൾ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ തീം എന്തായിരിക്കും പറഞ്ഞിട്ട് അതിന്റെ കുറെ ആളുകൾ അതൊരു പ്രൊഫഷനാണ്. ഇന്ന് ഈ കല്യാണത്തിന്റെ തീം എന്തായിരിക്കും? അഗ്നി ആയിരിക്കുമോ, നമ്മുടെ വെള്ളമായിരിക്കുമോ, തീ ആയിരിക്കുമോ, ഇത് കാട്ടായിരിക്കുമോ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തീം, മാരേജ് തീം സ്പെഷ്യലിസ്റ്റ് പറഞ്ഞിട്ട് ഒരു ജോലി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടി വേറെ തരത്തിലുള്ള ഒരു ജോലി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ആർക്കിടെക്ട് പെൺകുട്ടികളാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഫാഷൻ ഡിസൈനിങ്, ഇപ്പൊ മാസ്ക്, ഈ മാസ്കിന്റെ ഒരു ഫാഷനായിട്ട് ഇപ്പൊ എത്രത്തോളം ആളുകളൊക്കെ ആ വ്യവസായം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? ഫാഷനബിൾ മാസ്ക്. ഗൂഗിളിൽ പോയി നോക്കണം, ഗൂഗിളിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അതിന്റെ വന്ന ആഡ് ഒന്ന് നോക്കണം. 1000 കണക്കിന് നമ്മുടെ പെൺകുട്ടികളെ ഇപ്പൊ മാസ്ക് ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ പല രീതിയിൽ അതും ഒരു ഉദാഹരണം. സോ ഫോർ യുവർ ചൈൽഡ് ദർ ഈസ് എ ജോബ്. ഈ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ജീവിതത്തിൽ ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മാർഗം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ വിഷമിക്കണ്ട. ടൂറിസം, എത്രയൊക്കെ ടൂറിസം ഉണ്ട് കേരളത്തിൽ. 1 കോടി, കേരളത്തിൽ 50 ലക്ഷം ടൂറിസ്റ്റ് പുറത്തുള്ള വരുമ്പോൾ, ഒന്നുമില്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന്, സ്പെയിനിൽ നിന്ന്, ഒന്നുമില്ലെങ്കിൽ ഒരു ഭാഷ പഠിച്ചാൽ മതി. താങ്കൾക്ക് നല്ല ഒരു സ്പാനിഷോ ഇല്ലെങ്കിൽ ഒരു ജർമ്മനോ ഇല്ലെങ്കിൽ ഒരു ജാപ്പനീസോ ആ ഭാഷ പഠിച്ചാലും താങ്കൾക്ക് നല്ല രീതിയിൽ 4-5 മാസത്തിൽ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. എന്നെ അറിയാവുന്ന ആളുകളുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ എക്സാമ്പിൾ. അപ്പോ ഈ ഡോക്ടർ, എഞ്ചിനീയർ പണി മാത്രമല്ല ഈ ലോകത്തിൽ വേറെ പണികളുണ്ട്. കുട്ടിയുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ കുട്ടിനോട് ചോദിക്കുക. കുട്ടിയെ ചിലപ്പോൾ 12th ക്ലാസ് വരെ പറയാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾ പ്രഷർ കൂടേണ്ട. കുട്ടി BA, BSc, BCom ഒക്കെ ചെയ്യട്ടെ. അതിനുശേഷം പിന്നെ കുട്ടി ആ സമയം വരെ കുട്ടി തീരുമാനിച്ചോളും. വീട്ടിലെ നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ. They will do something. എനിക്ക് ഇത് ചെയ്യണം. ജേർണലിസത്തിന് എന്തെല്ലാം പണിയുണ്ടെന്ന് അറിയാമോ? സോഫ്റ്റ്വെയറിന്റെ കുട്ടി ഇപ്പോ ഇല്ലെങ്കിൽ ഒരു BTechോ MTech ചെയ്ത ശേഷം അവർക്ക് 100 കണക്കിന് ജോലി ചെയ്യാൻ സാധിക്കാം. ഓൺലൈനിന് ഇപ്പൊ ഓൺലൈൻ ടൈം ആണല്ലോ. എവറിത്തിങ് ഈസ് ഓൺലൈൻ. വി ആർ സ്പീക്കിംഗ് ഓൺലൈനിനെ സംബന്ധിച്ച് എത്ര ജോലികൾ ഇപ്പോൾ
കുട്ടീൻ്റെ കഴിവനുസരിച്ച് മാത്രം കുട്ടിയെ ഉപദേശങ്ങൾ കൊടുക്കണം. വെറുതെ കുട്ടിയുടെ കഴിവില്ലാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ കുട്ടീൻ്റെ പഠനത്തിൽ താല്പര്യമില്ലെങ്കിൽ ഈ കുട്ടിയെ പഠനത്തിനെ സംബന്ധിച്ച് ദിവസേന ഇയാളെന്നോട് വഴക്കുണ്ടാക്കുക, ഇയാളെ ഉപദേശിക്കുക ചെയ്യുമ്പോഴാണ് ഈ ലഹരി വസ്തുക്കൾ അവർ കഴിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡു ഇറ്റ് ആൻഡ് ട്രൈ ടു find out what his or her child can do differently. UPSC പരീക്ഷ, ചില ആളുകൾ ഇവിടെ UPSC പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ട്, വെരി ഗുഡ്. പക്ഷെ അതിനുവേണ്ടി അവർ ആദ്യത്തെ +2 കഴിയണം, ഡിഗ്രി കഴിയണം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയണം. ബിക്കോസ് he or she can only apply at the age of 21. ഓക്കെ, അതിനുവേണ്ടി പഠിച്ചോട്ടെ. Ask them and then you accordingly be. അങ്ങനെ ചെയ്താൽ കുട്ടീൻ്റെ ഇഷ്ടം ചോദിച്ചാൽ കുട്ടി ഗുളികളൊന്നും കഴിക്കില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നടത്തുന്നു. ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ കോവിഡിനെ സംബന്ധിച്ചോ ഇല്ലെങ്കിൽ പഠനത്തെ സംബന്ധിച്ചോ ഉണ്ടെങ്കിൽ പറഞ്ഞ ഇതെല്ലാം 600 സ്കൂളുകളിൽ പോയി കുട്ടികളോട് സംസാരിച്ച് അവരുടെ അനുഭവങ്ങൾ കൊണ്ടാണ്. പോലീസ് ഓഫീസറും കൂടിയാണ്. അമ്മ അച്ഛന്മാർ എൻ്റെ അടുത്ത് തന്നെ ഒരു 1000കണക്കിന് അമ്മ അച്ഛന്മാർ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടതാണ് സംസാരിച്ചത്. എന്നെ മാഡം എന്ന് വിളിച്ചു സംസാരിക്കാൻ അവസരം കൊടുത്തു, നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. Now it is yes, thank you very much, sir, for your valuable guidance. So now it is a question answer session. yes. If anybody has got any queries, we can ask. Question answer session. Some of the parents have given me a few questions, one or two questions, especially the teenagers. After the school hours, when they reach home, students have a tendency of going outside. വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ since they are mingling with the outsiders, so പാരന്റ്സിനൊക്കെ കുറെ പേടിയുണ്ട് whether they are mingling with this kind of people who sell drugs. So what advice will you give parents to take precautions in this kind of situations? You see, ഈ കുട്ടികൾ സ്കൂളിൽ വന്നേച്ചാൽ അവർ പുറത്ത് പോകണം. അവർ പുറത്ത് പോകാത്തത് കൊണ്ടാണ് അവരുടെ അവർ രാവിലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 6 മണിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടി ഒരു 2 മണി വരെ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന ശേഷം പിന്നെ 1-2 ട്യൂഷനും കാണും. ട്യൂഷൻ വന്ന ശേഷം ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഹോബി ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അമ്മ അച്ഛനോ അവർ വീട്ടിൽ നിന്ന് വരാനുള്ള സമയവും കുട്ടികളുടെ വീട്ടിൽ കയറാനുള്ള സമയവും ഒരേ രീതിയിലായിരിക്കുകയാണ്. ശരിയല്ലേ? 5 മണിക്ക് ഒക്കെയാണ് നാം എല്ലാം വീട്ടിൽ കയറുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദാറ്റ് ചൈൽഡ്. അപ്പോൾ 12 മണിക്കൂർ ഈ കുട്ടി ഒറ്റയ്ക്ക് ഇരുന്നു, ഇയാളൊന്നും ചെയ്തിട്ടുമില്ല. രാവിലെ മുതൽ ഈ കുട്ടിക്ക് ഉപദേശങ്ങൾ മാത്രമേ. ഇറ്റ്സ് ഓൺലി വൺ വേ കോച്ചിങ്, ഇറ്റ്സ് ഓൺലി വൺ വേ ടീച്ചിങ്, ട്യൂഷൻ ആയാലും സ്കൂൾ ആയാലും. അപ്പൊ ഈ കുട്ടീനെ ഒരു സ്വന്തമായുള്ള ഒരു സമയം ഒന്നും കിട്ടിയില്ലല്ലോ. ലെറ്റ് ഹിം ഗോ, he or she go and mingle with his friends. അറിതെന്താ? അത് നമ്മളൊരു ഇതൊരു എൻകറേജ് ചെയ്യണം അവരോട്. അവരുടെ നമ്മുടെ കുട്ടീൻ്റെ മേളിൽ അത്രയും വിശ്വാസമില്ലാതെയായി പോയോ? അവർ പോയത് കള്ളന്മാരെ പോയി കാണുന്നു, ഇല്ലെങ്കിൽ ഈ മാഫിയ ഡ്രഗ് മാഫിയക്കാരെ പോയി കാണുന്നു എന്ന് മാത്രമാണ് നമ്മൾ അവരെ സംബന്ധിച്ച് നമ്മൾ കരുതുക. അങ്ങനെ ഒന്നുമില്ല. ചോദിക്കാമല്ലോ, ഈ എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പറയും. അപ്പോൾ അവരില്ലാത്ത സമയത്തിന് ഒരു ദിവസം തിരിച്ച് ആ ഫ്രണ്ട്സിന്റെ അമ്മനോടൊക്കെ ചോദിച്ചാൽ മതിയല്ലോ, ഞാൻ കുട്ടിയോട് വന്നിരുന്നു പോരെ. എങ്ങനെ സംശയിച്ചാൽ പിന്നെ നിങ്ങൾക്ക് 24 മണിക്കൂർ നിങ്ങൾക്ക് കുട്ടി വീട്ടിൽ ഇരുന്നാലും താങ്കൾക്ക് ഈ അമ്മക്ക് 24 മണിക്കൂർ കുട്ടിയെ തൊട്ടടുത്ത് ഇരിക്കാൻ പറ്റുമോ? കുട്ടിക്ക് തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അത് മുറിയുടെ അകത്ത് പൂട്ടിട്ട് ചെയ്യുമല്ലോ, പിന്നെന്ത് ചെയ്യും? ദാറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. കുട്ടി സ്കൂളിൽ നിന്ന് വന്ന ശേഷം they should unwind. They should be on their own. They should play something. ഇപ്പൊ പുറത്ത് നോക്കി ഒന്നുമില്ലെങ്കിൽ വരാണ്ടയിലോ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കുറച്ച് പുറത്തുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ പോയി അവർ കളിക്കുന്നില്ലല്ലോ. Let them go. It is good for them. They want some time for themselves.
It should be encouraged. Yes. Okay, sir. Thank you. Hmm. Sir, one more question from the teacher side. So nowadays we see that students are very sensitive. So in our school also we don't find any serious issues, but at the same time, if a child has got this tendency to go this to develop this kind of habits, and we come to notice it, and if we call them and speak, so they are getting very much embarrassed. So next time onwards, they have a guilty feeling, and a sense of shame is also there in them. So how can we correct them and bring back to the normal state without affecting their personality? Madam, every child is sensitive. നമ്മൾ അവർ ചെയ്ത ഒരു തെറ്റ് നമ്മളെ കണ്ടുപിടിച്ചു എന്ന് ഈ കുട്ടിയുടെ ചെറിയ ഒരു ആത്മഗ്ലാനിയോ അല്ലെങ്കിൽ ചെറിയ ഒരു ഗിൽറ്റ് കോൺഷ്യസ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതിനെന്താ, അതിന് തെറ്റൊന്നുമില്ല. Somebody has to stop them to do. Either a teacher will do it or the parent will do it. അപ്പൊ നമ്മൾ ഈ കുട്ടിയെ തടയാൻ പോകുന്നു വന്നിട്ട് കുട്ടിക്ക് വിഷമം ഉണ്ടാവും, കുട്ടി ഒരു ഡിപ്രഷനിൽ പോയി അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ അവർ തടഞ്ഞില്ലെങ്കിലും മോശമാണ്. Both are bad. So this is less bad. ഈ കുട്ടിയെ നമ്മൾ തടയുക, തടയുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അത് തെറ്റൊന്നുമില്ല. Second thing which I forgot to tell you was, every school സുപ്രീം കോടതിയുടെ ഓർഡറാണ്, ഞാനല്ല പറയുന്നത്, സുപ്രീം കോടതി ഓർഡറാണ്, മദ്രാസ് ഹൈക്കോടതിന്റെ ഓർഡറാണ്. പക്ഷെ ഉണ്ടോ, താങ്കളുടെ സ്കൂളിൽ ഇല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ ഏർപ്പാട് ചെയ്യണം. കൗൺസിലർ ഷുഡ് ബി ആസ് എ ടീച്ചർ. അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു കുട്ടി സെൻസിറ്റീവാണ്, ആ സെൻസിറ്റീവ് ഒക്കെ ഈ രീതിയിലൊക്കെ കാണുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു മിനിറ്റ്, ഹലോ, അപ്പോഴൂ ഏത് എന്തോന്ന് പോയി നമ്മൾ ചോദിച്ചായിരുന്നോ? എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? പോയി അല്ല, അത് കൊണ്ടൊരു കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ നോക്കാം. അത് അല്ല, ഇത് നടപ്പാക്കണ്ടേ, നോക്കാം, നോക്കാം, ഞാൻ പറയാം. I will go and talk to Chief Minister. ഈ രീതിയിലാണ്. അപ്പൊ നമ്മൾ ഒരു കുട്ടികളുടെ സെൻസിറ്റീവ് ആണെങ്കിൽ, കുട്ടി ഈ ലഹരി വസ്തുക്കൾ കഴിഞ്ഞിട്ട് ശേഷം അവർക്ക് എന്തെങ്കിലും ഒരു മൂഡ് ചേഞ്ച് ഒക്കെ ആണെങ്കിൽ, ഒരു കൗൺസിലർ നമ്മൾ സ്കൂളിൽ തന്നെ ഏർപ്പാട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. യെസ്. Okay, sir. Thank you. So any more questions from the participant side? സാർ, ഒരു ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് മനക്കരുത്ത് കുറവാണ്, സൂയിസൈഡ് ടെൻഡൻസി കൂടുതൽ കാണുന്നുണ്ട്, പ്രവണതയുണ്ട് എന്ന് പറയുന്നത്, അത് ശരിയാണോ? സാറിന്റെ ഒരു അഭിപ്രായത്തിൽ അത് ശരിയാണോ? സൂയിസൈഡ് പ്രവൃത്തി ഇപ്പോൾ ഈ അടുത്ത കാലത്തിന് ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ അവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ കുറെ കുട്ടികൾ 59 കുട്ടികൾ സൂയിസൈഡ് ചെയ്തു. പക്ഷെ എൻ്റെ അഭിപ്രായം വേറെയാണ്. മൊബൈൽ ഫോൺ ആരും അമ്മ പിടിച്ചെടുത്തോ, പുതിയ ഫോൺ വാങ്ങി കൊടുത്തിട്ടില്ല, ഇല്ലെങ്കിൽ മൊബൈൽ ഫോൺ തന്നെ കൊടുത്തിട്ടില്ല, ഇതിന്റെ പേരിൽ ആരും സൂയിസൈഡ് ചെയ്യുമോന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു നിമിത്തം മാത്രമാണ്. ഈ കുട്ടിയുടെ മനസ്സിൽ വേറെ എന്തോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ തീരാത്തത് കൊണ്ടാണ് കുട്ടി ഏതോ ആ പ്രശ്നങ്ങളെ ഒരു റിയാക്ട് ചെയ്യാൻ കുട്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ മൊബൈൽ ഫോൺ പോലുള്ള ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിന് ആ കുട്ടി റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ. വേറെ ഒരു ഉദാഹരണം കൊടുക്കാം. ഈ പരീക്ഷ റിസൾട്ട് വരുമ്പോഴാണല്ലോ
നമുക്ക് ഈ സൂയിസൈഡിന്റെ കൂടുതൽ ശ്രമങ്ങൾ കാണുക. ഒന്നുമില്ലെങ്കിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ട് ശേഷം. വൈ? അതിനകത്ത് കുറവൊന്നുമില്ല. അത് കഴിഞ്ഞ 10, 20, നമ്മൾ 30, 40 വർഷമാണ് നടക്കുകയാണ്. വൈ ആർ ദ കമ്മിറ്റിംഗ് സൂയിസൈഡ് അറ്റ് ദാറ്റ് ടൈം? അത് ഞാൻ പറഞ്ഞ കാരണങ്ങൾ. അവർക്ക് ആ മനസ്സിന് ആ താങ്ങാൻ പറ്റാത്ത ഒരു ടെൻഷൻ അവന്റെ മനസ്സിലുണ്ട്. നമ്മളാണ് അവർക്കൊണ്ട് ഒരുപാട് പ്രതീക്ഷ നമ്മൾ വെച്ചിരിക്കുന്നത്. അവർക്ക് അറിയാം ആ പ്രതീക്ഷ കൊണ്ട് അവർക്ക് റിസൾട്ട് ചിലപ്പോൾ കാണിക്കാൻ പറ്റൂലായിരിക്കാം. അപ്പൊ ഇത് കുട്ടികളുടെ ഇടയിൽ ആത്മഹത്യ കുറയ്ക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ ആ ടെൻഷൻ മാറ്റിയാൽ മാത്രമേ കാര്യമുള്ളൂ. ലെറ്റ് us not expect too much from them. Let us not tell them the number of percentage of the marks or so, what you feel. അവർ തന്നെത്താൻ അവർ പഠിച്ചോട്ടെ, അവർ മാർക്സ് കൊണ്ട് വരട്ടെ. I am sure this suicide tendency will come down to a very, very low level. Yes. Okay, sir. Thank you. Any more questions? We will give 1 or 2 chances. I think sir has been spending nearly 1.5 hours with us. If there is any questions, please type and send. ഇതില് ഈ കുട്ടികളെ ഈ അഡിക്ഷൻ, ഈ മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുന്നതിൽ നമ്മള് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ സാർ സൂചിപ്പിച്ചു. ഇതിലൊരു നിർണായകമായ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് സൊസൈറ്റിക്ക് സാധിക്കില്ലേ? സാറിന്റെ അഭിപ്രായം, സൊസൈറ്റി ഏത് രീതിയിൽ ഇവരോട് ബിഹേവ് ചെയ്താൽ അവരെ നമ്മളെ അതിൽ നിന്ന് തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം സൊസൈറ്റിക്ക് സാധിക്കാനുണ്ടല്ലോ. ഈ സൊസൈറ്റിന്റെ ഭാഗങ്ങളാണല്ലോ പാരന്റ്സ്, ടീച്ചേഴ്സ്, PTA അംഗങ്ങള്, കുട്ടീന്റെ സുഹൃത്തുക്കള്, കുട്ടീന്റെ അയൽവാസികള്, കുട്ടീന്റെ ബന്ധുക്കള്, എല്ലാം ഒരു സൊസൈറ്റിയുടെ ഭാഗമല്ലേ? ഈ എല്ലാ ആളുകളിന്റെ ഒരു വലിയ രൂപമാണ് സൊസൈറ്റി നമ്മളെ പറയുക. അപ്പോ സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സൊസൈറ്റിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നും ഈ കുട്ടി കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത റിസൾട്ട്സ് സൊസൈറ്റിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സ്കൂളിൽ നിന്ന് എല്ലാ പേരൻസ്മാരും ഇപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന് എന്താണ്? അവർ ഫീസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം പാസ്സാവണം, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാവർക്കും A+ ഗ്രേഡ് കിട്ടണം. ഇതൊക്കെ സൊസൈറ്റി പ്രതീക്ഷിക്കുന്നില്ലേ? ആ പ്രതീക്ഷ തെറ്റാണ്. സൊസൈറ്റിക്കും വേണ്ടത് കൂടുതൽ പ്രതീക്ഷകൾ ഒരു സ്കൂളിൽ നിന്നോ ഇല്ലെങ്കിൽ അവരുടെ കുട്ടികളിൽ നിന്നോ വേണ്ട. ഒന്ന്. രണ്ടാമത്തെ, ഈ കുട്ടി ചിലപ്പോൾ ലഹരി വസ്തുക്കൾ കഴിഞ്ഞ ശേഷം കുട്ടീന്റെ ആ ആരോഗ്യത്തിന് ചിലപ്പോൾ ഡി-അഡിക്ഷൻ സെന്ററിലോ ഇല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് അടുത്ത് ചിലപ്പോൾ അവർ അച്ഛന്മാർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. സൊസൈറ്റി ഇത് ഒരു വളരെ മോശമായിട്ടാണ് കാണുന്നത്. അവരോട് ഈ കുട്ടിയെ അവർ ചിലപ്പോൾ കളിയാക്കുന്നു. കുട്ടിനോട് ഇയാളുടെ കുട്ടിയുടെ ഒരു ഗുണമില്ല, അവരുടെ കുട്ടികളുടെ ഇത് ദോഷമാണ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ആവശ്യമില്ലാതെ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. സൊസൈറ്റി നന്നാക്കാനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുന്നു, ചിലപ്പോൾ കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോകുന്നു. അത് നമ്മൾ സൊസൈറ്റി ഒന്നുമില്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കാനാണ് വേണ്ടത്. സൊസൈറ്റി ചെയ്യുന്നില്ല. നമ്മൾ ഇതിനെ സംബന്ധിച്ച് എന്തെല്ലാം സംസാരിച്ച് നടക്കുന്നു. നമ്മൾ ഇത് ഒരു ചർച്ചാ വിഷയമാകുന്നു. അപ്പൊ സൊസൈറ്റിക്ക് ഒരു കുട്ടിക്ക് വേണ്ടി ആ സമയത്തിന്റെ സൊസൈറ്റി അവർ പ്രതികരിക്കുന്നത് ഒരു ജനറൽ ആയിട്ടാണ്, ഒറ്റക്കെട്ടായിട്ടല്ല. ഒറ്റക്കെട്ടായിട്ടാണെങ്കിൽ അവർക്കും കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് കുട്ടിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അത് ആ രീതിയിൽ അവർ പ്രതികരിക്കില്ലല്ലോ. അപ്പൊ സൊസൈറ്റി ഇൻ ജനറൽ സ്പീക്സ് ബാഡ് അബൌട്ട് ദിസ് ഡ്രഗ് ബിഹേവിയർ. പക്ഷെ സൊസൈറ്റി തന്നെ വേണ്ടത് ഒരു സഹാനുഭൂതിയാണ്. ഒരു ഡ്രഗ് അഡിക്റ്റിനെ ഒരു ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി നന്നാക്കി കൊണ്ടുവന്നാൽ എൻകറേജ്മെന്റ് ആണ് സൊസൈറ്റി തന്നെ വേണ്ടത്. അല്ലാതെ ഈ കുട്ടിയെ ഒരു ഒറ്റയ്ക്കപ്പെടുത്തുക,
ഈ കുട്ടീനെ അമ്മ അച്ഛന്മാരോട് ഒരു വെറുതെ കളിയാക്കി സംസാരിക്കുക, അതാണ് നമ്മൾ ഇപ്പൊ നടക്കേണ്ടത്. The identities for which I spoke. Yes. കഴിഞ്ഞോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. ഈ നാട്ടില് മറ്റേ ലഹരി പദാർത്ഥങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് സംഘടനകൾ സ്കൂൾ കുട്ടികളെയാണ് അവര് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഈ ലഹരി പദാർത്ഥങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നാട്ടിലെ രാഷ്ട്രീയക്കാരുമായി പിന്നെ ഉന്നതരുമായിട്ടൊക്കെ ബന്ധം പ്രയാസമുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് സാറിന് ഉള്ള നിർദ്ദേശങ്ങൾ നാട്ടിൽ പൂർണ്ണമായിട്ടും ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളെ ഇല്ലാതാക്കാൻ. അല്ല, കേൾക്കാൻ പറ്റില്ല. നിങ്ങളെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലായിരുന്നു. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ പറയൂ സാറേ. ഇത് നാട്ടിലെ ലഹരി പദാർത്ഥങ്ങള് അതുപോലെയുള്ള കാര്യങ്ങളായിട്ട് പിന്നെ അതിന്റെ അന്വേഷണങ്ങളിൽ പോയാൽ തന്നെ അവസാനം എത്തിപ്പെടുന്നത് വലിയ നേതാക്കന്മാരും പിന്നെ രാഷ്ട്രീയക്കാരും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിന് അവർക്കെതിരെ കേസെടുക്കാനും പ്രയാസമുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ നാട്ടില് ഉള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പ്രയാസമല്ലേ? അപ്പൊ അതുകൊണ്ട് സാറിനുള്ള സജഷൻസ് എന്തൊക്കെയാണ് ഈ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള സജഷൻസ്? ലഹരി വസ്തുവിന്റെ കാര്യത്തിൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഇവിടെ ഇല്ല എന്ന് പറയാം. കേരളത്തിന് എങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ ലഹരി വസ്തുക്കളുടെ ആളുകളൊക്കെ അവര് സ്റ്റേഷനിൽ പിടിച്ചിട്ടോ അവർക്ക് എവരാണ് നടപടി എടുക്കേണ്ട ഇല്ലെങ്കിൽ അവർ പിടിക്കേണ്ട എന്ന സംഭവം ഞാൻ കണ്ടിട്ടില്ല, നമ്മളവർ കേട്ടിട്ടുമില്ല. ആരും ഇടപെടുന്നില്ല. സർക്കാർക്കോ അതുകൊണ്ടാണ് അവർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു ഈ വിമുക്തി പറഞ്ഞ ഒരു 100 കോടിയുടെ പദ്ധതി അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാരിന്റെ ഓരോരോ സ്കൂളിലെ ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു ക്ലബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ആയിരക്കണക്കിന് വേറെ കുടുംബശ്രീകാരുടെ സഹായം കൊണ്ട് വേറെ ആളുകളെ കൊണ്ട് ഒത്തിരി പരിപാടി നടക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഒറ്റ ഉദ്ദേശ്യമേ ഉള്ളൂ, ലഹരി ഇല്ലാതെ ആക്കുക. ലഹരിന്റെ നമ്മുടെ സർക്കാരൊക്കെ ഇടപെട്ടപ്പോഴാണെങ്കിൽ എനിക്ക് 1000 കോടി രൂപയുടെ സാധനങ്ങൾ പിടിക്കാമായിരുന്നു. അത് താങ്കളുടെ ആ ചോദ്യം അതിന്റെ ഒരു പ്രസക്തിയില്ല. ഇവിടെ ലഹരിയുടെ കാര്യത്തിലെങ്കിലും ആരുടെയും തടസ്സം ഞങ്ങൾ കണ്ടിട്ടില്ല. താങ്ക് യു വെരി മച്ച് മാഡം. Okay, sir. Anyway, we'll thank you for spending nearly 1.5 hours with us. We will proceed for the formal vote. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഞാനും മാമും സാറിനെ നേരിട്ട് സാറിൻ്റെ സ്പീച്ച് കേട്ടിട്ടുണ്ട്. അന്നു മുതൽ തന്നെ നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും ഇതിനൊരു അവസരം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചതാണ്. അതിനൊരു സൗകര്യം ഉണ്ടായി എന്നുള്ളത് വലിയൊരു സന്തോഷം. എല്ലാ അർത്ഥത്തിലുള്ള സന്തോഷവും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. അതേപോലെ സാർ ഇത്രയും സമയം നമ്മുടെ കൂടെ വളരെ വിശദമായ ഈ കാര്യങ്ങൾ സംസാരിച്ചതിനുള്ള വലിയ നന്ദി പ്രോഗ്രസീവിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. അതേപോലെ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ്സ്, ടീച്ചേഴ്സ്, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, സ്റ്റുഡൻസ് പങ്കെടുത്ത എല്ലാ ആളുകളോടും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. താങ്ക് യു അഗെയിൻ. താങ്ക് യു ഓൾ. Thank you, sir. Thank you very much.